PVCയുടെ റൂമിൽ കയറിയപ്പോൾ ഇവർ വളരെ പ്ലാൻഡായിട്ട് രഹീമിൻ്റെ നേതൃത്വത്തിൽ വന്ന് 200 കുട്ടികൾ എന്നെ വളഞ്ഞ് PVC റൂമിൽ സാറിനെ അവിടെ ഇരുത്തിയിട്ട് തെറി വിളിക്കുകയല്ലേ സാർ, ചീത്തയാ വിളിച്ചെന്നറിയാം. എനിക്ക് ആ നിമിഷം കയറി വന്നപ്പോൾ പിള്ളേരെല്ലാം പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കും അപ്പം ഇരുന്ന് VCക്കും അവിഹിതമാണെന്ന് പറഞ്ഞു. അപ്പം ഇദ്ദേഹം വന്ന് എന്നോട് ചോദിക്കുക, ടീച്ചർ അതൊക്കെ ശരിയാണോ? ശിവൻകുട്ടി അതിൽ ആ പയ്യന്മാർ ആ അഞ്ചുമൊക്കെ പറഞ്ഞത്, അവരൊക്കെ ഒരു പെണ്ണല്ലേ, അവർ പറഞ്ഞ നീ എന്തിനാ ഈ കിളവൻ്റെ കൂടെ അവിഹിതം വെക്കുന്നത്? ആ ചുള്ളനായിട്ട് പയ്യന്മാർ കൂടെ ഉണ്ട്, അവരുടെ കൂടെ പോയിക്കൂടെ? തൊട്ടടുത്ത് കേട്ടോണ്ടിരിക്കുക. ആദ്യത്തെ റെസ്പോണ്ടന്റ് രഹീമൊക്കെയാണ്. ഇതുവരെ കോടതിയിൽ വന്നിട്ടില്ല സാർ. നോൺ ബെയിലബിൾ കേസാണത്. നമ്മൾ എല്ലാവർക്കും ഒരു വിചാരമുണ്ട് കോടതിയിൽ പോയാൽ നമുക്ക് നീതി കിട്ടും എന്നൊക്കെ. CPMകാർക്കൊക്കെ പ്രത്യേകതരം നീതിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കുട്ടികൾ ബിൽസ് ആൻഡ് വൗച്ചേഴ്സ് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ആ ഡയറക്ടറായിട്ടിരിക്കുന്ന എൻ്റെ ശമ്പളം തിന്നത് പിടിക്കും. ഒരിക്കലും പെൻഷൻ മേടിക്കാൻ പറ്റില്ല. മുമ്പുണ്ടായിരുന്ന ബോസ് സാറൊക്കെ റിട്ടയർ ചെയ്തിട്ട് 40 വർഷം എന്തോ ഇതുവരെ 1 രൂപ പോലും പെൻഷൻ മേടിക്കാൻ പറ്റിയിട്ടില്ല. ഈ വിഷയം കാരണം അദ്ദേഹത്തിന് 3 കോടി രൂപയുടെ ലൈബിലിറ്റി. എന്നാണോ ടീച്ചേഴ്സിന്റെ കയ്യിൽ നിന്ന് ആ വടി എടുത്ത് മാറ്റിയത്, അന്നത്തോടെ കൂടി പഠിക്കുന്ന കുട്ടികൾ നശിച്ചു പോയി. ടീച്ചർ കുട്ടികളെ തല്ലാറുണ്ട്. നമസ്കാരം. മറുനാടിൻ്റെ ഏറ്റവും പുതിയ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. നമുക്കൊക്കെ അറിയാം, രാജ്യസഭാംഗമായ രഹീം. അദ്ദേഹം വളരെയധികം ട്രോളുകൾക്ക് വിധേയനാണ്. ഇന്ന് രാജ്യസഭയിലാണ്. DYFIയുടെ സമുന്നതനായ നേതാവാണ്. ഈ രഹീം ഒരു കോളേജ് അധ്യാപികയോട് ചെയ്ത ക്രൂരതകളെക്കുറിച്ച് പല വീഡിയോകളും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ കോളേജ് അധ്യാപികയെ എങ്ങനെയാണ് രഹീം ഇത്രയധികം ഉപദ്രവിച്ചത്? എന്തിനാണ് ഉപദ്രവിച്ചത്? രഹീമുമായി ബന്ധപ്പെട്ട ആ മുടി പറിക്കൽ കേസിൻ്റെ അവസ്ഥ ഇപ്പോഴെന്താണ്? രഹീമിനോടും SFIക്കാരോടും പോരാടി ഇപ്പോഴും കേരള യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്യുന്ന ഡോക്ടർ വിജയലക്ഷ്മി ആരാണ്? വാസ്തവത്തിൽ വളരെ രസകരമാണ് ഡോക്ടർ വിജയലക്ഷ്മിയുടെ കഥ. തമിഴിലെയും മലയാളത്തിലെയും അറിയപ്പെടുന്ന എഴുത്തുകാരിയാണ്. ഏതാണ്ട് 20ലധികം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. തമിഴ് മലയാളം നിഘണ്ടു രചിച്ചിട്ടുണ്ട്. അങ്ങനെ അസാധാരണമായ അക്കാദമിക് പ്രാഗൽഭ്യമുള്ള ഡോക്ടർ വിജയലക്ഷ്മി രഹീം നേതൃത്വം കൊടുത്ത SFI ഗുണ്ടാ സംഘത്തെ നേരിട്ടത് എങ്ങനെയാണ്, അവർ എന്തു ദ്രോഹമാണ് ചെയ്തത് എന്ന് നമുക്ക് വിശദമായി കേൾക്കാം. നമസ്കാരം. ആദ്യം മാഡത്തിന് പരിചയപ്പെടുത്തുന്ന ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയുടെ തമിഴ് വിഭാഗത്തിൻ്റെ തമിഴിൽ ഞാൻ പ്രൊഫസറാണ്. തമിഴ് ഡിപ്പാർട്ട്മെന്റിലെ പ്രൊഫസറാണ്. എഴുത്ത് പുസ്തകം എഴുതുന്നത് എത്ര പുസ്തകം എഴുതിയിട്ടുണ്ട്? ഞാൻ 24 പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിൻ്റെ പെൻ നെയിം കനലി വിജയലക്ഷ്മി എന്നാണ്. കനലി വിജയലക്ഷ്മി. ഗൂഗിൾ ചെയ്താൽ കാണാൻ പറ്റും. കനലി വിജയലക്ഷ്മി. ഡോക്ടർ ടി വിജയലക്ഷ്മി എന്നാണ് ഒഫീഷ്യൽ നെയിം. ഡോക്ടർ ടി വിജയലക്ഷ്മി. ഈ തമിഴുമായിട്ടുള്ള ബന്ധം എന്താണ്? എൻ്റെ സ്വന്തം നാട് പാലക്കാടാണ്. മുതലമട പഞ്ചായത്ത്, അത് ബോർഡർ ഏരിയയിലാണ്. കോയമ്പത്തൂർ ഡിസ്ട്രിക്റ്റിൻ്റെ ബോർഡറിലാണ്. സാർക്കറിയാലോ, പാലക്കാട് കേരളത്തിലേക്ക് കൊടുത്തു. കന്യാകുമാരി അങ്ങോ എടുത്തപ്പോൾ നമ്മൾ അവിടെ ഒരുപാട് തമിഴ് കമ്മ്യൂണിറ്റി, തമിഴ് പീപ്പിൾ അവിടെയുണ്ട്. അവരെല്ലാം കേരളീയരായി. അതെ, എൻ്റെ മാതൃഭാഷ തമിഴാണ്. ഞാൻ പഠിച്ചത്, ജനിച്ച് വളർന്നതെല്ലാം കേരളത്തിൽ തന്നെ. അവിടെ തമിഴ് സ്കൂളുകൾ ഒരുപാടുണ്ട്. ചിറ്റൂർ കോളേജിലാണ് ഞാൻ MA വരെ പഠിച്ചത്. അവിടെ തമിഴ് സ്കൂളിലൊക്കെ തമിഴിലാണ് പഠിച്ചത്? തമിഴ് മീഡിയമാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ചിറ്റൂർ കോളേജിൽ MA വരെ പഠിച്ചു. പിന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റി തന്നെ, കേരള യൂണിവേഴ്സിറ്റി തന്നെ MPhil PhD ചെയ്തു. ലോ അക്കാഡമിയിൽ ഒരു LLB ചെയ്തു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷിൽ ഒരു MA ഇംഗ്ലീഷ് ചെയ്തു. ഇംഗ്ലീഷ് ചെയ്തു. ഇത്രയാണ് വിദ്യാഭ്യാസം. PhD എന്തിലായിരുന്നു? PhD ട്രൈബൽ മെഡിസിനിലാണ്, ഫോക്ലോറിലാണ് ഞാൻ ചെയ്തത്. അട്ടപ്പാടി ഇരുളാസിൻ്റെ അവരുടെ ഒറ്റമൂലി, അവരുടെ വിശ്വാസങ്ങൾ, അതെല്ലാം കൂടിയുള്ള ഒരു ഫോക്ലോർ ആണ് സർ. എങ്കിലും ഫോക്ലോർ എന്ന് പറയുന്നത് തമിഴിൻ്റെ ഒരു പാർട്ടാണ്. അപ്പോൾ അങ്ങനെ ഫോക്ലോറിലാണ് ഞാൻ ചെയ്തത്. അതിനുവേണ്ടി ഞാൻ കുറേ വർഷം അവിടെ അട്ടപ്പാടിയിലൊക്കെ താമസിച്ച് ആദിവാസികളുടെ ഭാഷയൊക്കെ കുറേ പഠിച്ച് അനുഭവം എന്ന് പറഞ്ഞ ഈ അട്ടപ്പാടി ആദിവാസികൾക്കിടയിൽ അത് എൻ്റെ ജീവിതത്തിനെ മാറ്റിമറിച്ച ഒരു അനുഭവമായിരുന്നു സർ. ഞാൻ നമ്മളെല്ലാവരും സാധാരണ ഈ ഡേറ്റ കളക്ഷന് പോകുമ്പോഴേ 1 ദിവസം 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം പോയി അവിടെ കളക്ട് ചെയ്തിട്ട് വരുന്ന ഒരു രീതിയാണ് കാണുന്നത്. പക്ഷേ എൻ്റെ ഒരു ടോപ്പിക്ക് അവരുടെ മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അവർക്കൊരു വിശ്വാസമുണ്ട്, ഈ മരുന്നുകളൊക്കെ പുറത്തു പറഞ്ഞാൽ പിന്നെ അത് ഒരിക്കലും ഫലിക്കില്ല, മീൻസ് അത് വർക്കാവത്തില്ല എന്നൊരു വിശ്വാസമുള്ളത് കൊണ്ട്
ഞാൻ ഓരോ പ്രാവശ്യം പോയി അവിടെ ഒരു ഡേറ്റ പോലും എനിക്ക് കിട്ടിയില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവിടെ തന്നെ പോയി ഒരു വീടെടുത്ത് അവിടെ താമസിച്ചു, അവരുടെ ഭാഷയൊക്കെ പഠിച്ച്. അപ്പോൾ ടീച്ചർ ജോലിയിലാണോ? അല്ലല്ല, ഞാൻ റിസർച്ച് സ്കോളറാണ്. ഞാൻ PhD ചെയ്യുവാൻ റിസർച്ച് സ്കോളറാണ്. അപ്പോൾ ഞാൻ ഡ്യൂട്ടി ലീവ് എടുത്ത് പോയി. അപ്പോൾ അവരുടെ ഇടയിൽ സ്ഥിരമായി പോകും, ഡേറ്റ ഒന്നും കളക്ട് ചെയ്തില്ല. അവിടെ ഒരു നിരന്തരം അവരെയൊക്കെ കണ്ട് അവർക്ക് എൻ്റെ കളറും കറുത്തതായതുകൊണ്ട് അവർ എന്നെ ഒരു ഇരുളക്കുട്ടിയായിട്ട് അവരുടെ ഭാഷയും കൂടി പറയുമ്പോൾ അത്രയ്ക്കൊരു സൗഹൃദം ഉള്ളതിന് ശേഷമാണ് എനിക്ക് ആ ഡേറ്റയൊക്കെ കിട്ടിയത്. എനിക്ക് ആ ഡേറ്റ കിട്ടിയതോ ഞാൻ ആ റിസർച്ച് കംപ്ലീറ്റ് ചെയ്തതോ ഒന്നുമല്ല എനിക്ക് തോന്നിയത്. അവർ ഈ ലോകത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. സാധാരണ നമ്മൾ ഇവിടെ നമ്മൾ ഈ പ്ലെയിൻസിലുള്ള ആൾക്കാർ, നമ്മളെപ്പോലെയുള്ളവർ, സിറ്റിയിലുള്ളവരൊക്കെ വിചാരിക്കുന്നത് അവർക്ക് നല്ല ഡ്രസ്സില്ല, ആഹാരമില്ല, അവർ ജീവിതത്തിൻ്റെ ഏറ്റവും കഷ്ടപ്പാട് അനുഭവിക്കുന്നവരെന്നല്ലേ നമ്മുടെ ഒരു കാഴ്ചപ്പാട്, പാവങ്ങളാണെന്ന്. പക്ഷെ അവർ തിരിച്ച് നമ്മളങ്ങനെയാണ് കാണുന്നത്. സാർക്ക് അത് വിശ്വസിക്കാൻ പറ്റുമോ? ഈ ഹാപ്പിനെസ് ഒരു ഇൻഡെക്സ് ഉണ്ടെങ്കിലേ, അവരുടെ ഹാപ്പിനെസ് ഇൻഡെക്സിൻ്റെ ഒരു 100ൽ ഒരു 10 പോലും നമ്മൾക്കില്ല. അത്ര ഹാപ്പിയാണ് സാർ അവർ. സാർ അതൊന്നും അവർക്ക് വിഷയമല്ല. അവരെല്ലാവരും മിക്കവാറും ഒരു ദിവസം ഒരു നേരം കഴിക്കുന്നവരാണ്. ദേ ആർ സാറ്റിസ്ഫൈഡ് വിത്ത് ദെയർ റിസോഴ്സസ്. പിന്നെ കുറച്ച് കാര്യങ്ങളുണ്ടെങ്കിലും അവർ ഷെയർ ചെയ്യും. പിന്നെ അവർക്ക് ഒരു ചെറിയ കാര്യങ്ങളുണ്ടെങ്കിലും സന്തോഷമുണ്ടെങ്കിലും അത് കൂടിച്ചേർന്ന് ആടി അത് ഷെയർ ചെയ്യും. സങ്കടമുണ്ടെങ്കിലും അവർ ആട്ടം പാട്ട് എല്ലാവരും ഷെയർ ചെയ്താണ്. സങ്കടത്തിന് ഷെയർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? അങ്ങനെയാണ് അവരുടെ ഒരു ജീവിത രീതി എന്ന് പറഞ്ഞാൽ. അതിൽ നിന്ന് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. എനിക്ക് ഈ ലോകത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ടോട്ടലായിട്ട് മാറ്റിമറിച്ച ഒരു അനുഭവമായിരുന്നു. അവരുടെ ഒരു ഒടിയൻ എന്നും പറഞ്ഞൊരു കവിതാ സമാഹാരം, ലക്ഷ്മണൻ പറഞ്ഞ സിനിമയാണ്. അതെ. പക്ഷേ ഒടിയൻ എന്ന് പറഞ്ഞൊരു കവിതാ സമാഹാരം അവിടെ അവരുടെ കൂടെ തന്നെ താമസിച്ച ഒരു ലക്ഷ്മണൻ പറഞ്ഞൊരു കവി എഴുതിയതാണ്. അവരുടെ അവരുടെ ഭാഷയിൽ എഴുതിയതാണ്. സ്ക്രിപ്റ്റ് തമിഴായിരുന്നു. അത് അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ട് ഞാൻ അത് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തു. അത് ഒലി പബ്ലിക്കേഷനാണ് ഇട്ടത്, ഒടിയൻ കവിത പുസ്തകം. ആ പുസ്തകം എല്ലാവരും നമ്മൾ മലയാളികൾ ഒരിക്കൽ വായിച്ചിരിക്കേണ്ടതാണ്. അവരെങ്ങനെയാണ് ലോകത്തെ കാണുന്നത്, അവരെങ്ങനെയാണ് കളിയാക്കുന്നത്, നമ്മളെ ഓരോ ആർത്തിയൊക്കെ കാണുമ്പോൾ അവരെങ്ങനെ കളിയാക്കുന്നു, അവർ ഈ നേച്ചറുമായിട്ട് എങ്ങനെ ഇഴുകിച്ചേർന്ന് ജീവിക്കുന്നു എന്നുള്ളതൊക്കെ ഒരു പാഠമാണ്. ഇതൊന്നും അറിയാതെയാണ് നമ്മൾ കുറേ പദ്ധതികളൊക്കെ അവർക്ക് കൊടുക്കുന്നതും അവരെ നശിപ്പിക്കുന്നതും ഒക്കെ ചെയ്യുന്നത്. എനിക്ക് പലപ്പോഴും ഞാൻ പലയിടത്തും ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. കൃത്താർട്സ് എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്, നമുക്ക് സാറിന് അറിയാമല്ലോ. അവിടെയൊക്കെ പോകുമ്പോഴും ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ പുസ്തകത്തിൽ പഠിക്കുന്നതല്ല, നിങ്ങൾ നേരിട്ട് അവിടെ പോയി ഇരുന്ന് അവരുടെ മനസ്സിൽ കൂടി ഈ പശുക്കളൊക്കെ കൊടുക്കും. പക്ഷേ അത് എങ്ങനെ പരിപാലിക്കണമെന്നോ എന്താ ചെയ്യണമെന്നൊന്നും അവർ പഠിപ്പിച്ചിട്ടില്ല. അവരെല്ലാം ഇപ്പോഴും ഫുഡ് ഗ്യാദറേഴ്സാണ് സാർ, ഫുഡ് പ്രൊഡ്യൂസേഴ്സ് അല്ല. അപ്പോൾ അവരെ എങ്ങനെ പഠിപ്പിക്കണം, എങ്ങനെയാണ് അവരെ കൊണ്ടുവരേണ്ടതെന്നും അറിയാതെയാണെന്ന് നമ്മൾ ഒരുപാട് പദ്ധതികളൊക്കെ ചെയ്യുന്നത്. അല്ല, ഇവർ അവിടെ തന്നെയുള്ള ആളുകളായിരുന്നില്ല, അല്ല കൊണ്ട് പുനരധിവസിപ്പിച്ചതായിരിക്കും അല്ലേ? നോ, അവരെല്ലാം അവിടെ ഉള്ളവർ. അവർ വന്നതാണ് എപ്പോഴാണെന്ന് വെച്ചാൽ ഒരു നൂറ്റാണ്ടിൻ്റെ മുമ്പ് ഈ കോയമ്പത്തൂർ ഏരിയയിലൊക്കെ ഉണ്ടായിരുന്ന ഒരുപാട് ഈ എന്താ പറയുക, നമുക്ക് ഒരുപാട് ഈ ഇൻവേഷൻസ് ഒക്കെ വന്നല്ലോ. ആ സമയത്ത് അവർ പേടിച്ച് കയറിയവരാണ്. പക്ഷേ 100 വർഷം ഒരു കാട്ടിൽ താമസിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ രീതികളും വിശ്വാസങ്ങളും അവരുടെ കാര്യങ്ങളൊക്കെ അതിനനുസരിച്ച് അഡോപ്റ്റ് ചെയ്യത്തില്ലേ. അവരെ നമ്മൾ സംരക്ഷിക്കേണ്ട ആവശ്യമില്ല, അവർക്ക് വെറുതെ വിട്ടാൽ മതി. ഇപ്പം ഞാൻ പറയുവാണെങ്കിൽ, ഞാൻ അന്ന് ഉള്ളപ്പോൾ ഒരു ആദിവാസി ഒരു 20 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് നടന്നു വരും. ചില എന്തെങ്കിലും ആനുകൂല്യങ്ങളുണ്ടെന്ന് പറഞ്ഞു. അവർക്ക് എഴുതാനും വായിക്കാനൊന്നും അറിയത്തില്ല. ഇവിടെ വന്ന് അവിടെയുള്ള ഏതെങ്കിലും ഒരു ക്ലർക്കിൻ്റെ അടുത്ത് അത് ആ ആപ്ലിക്കേഷൻ എഴുതാനായിട്ട് പറയും. ആ ആപ്ലിക്കേഷൻ എഴുതിയ ആൾക്ക് പകുതി പൈസ കൊടുക്കണം, അത് സാങ്ഷൻ ചെയ്ത ആൾക്ക് കുറച്ച് പൈസ കൊടുക്കണം. അവസാനം കയ്യിൽ കിട്ടുന്നത് വളരെ തുച്ഛമായിട്ടുള്ള ഒരു കാശാണ്. ആ കാശ് വെച്ച് അയാൾ വെള്ളമടിക്കുകയോ എന്തെങ്കിലും ചെയ്ത് അന്നത്തെ ദിവസം കളഞ്ഞിട്ട് പോകും. ഇതുകൊണ്ട് എന്താണ് അവർക്ക് കിട്ടുന്നത്? കോടികളാണ് ഇതിനു വേണ്ടി ഇറക്കുന്നത്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ കടലിലെ കരച്ച പെരുങ്കായം എന്ന് പറയത്തില്ലേ, അതുപോലെ ഉള്ള സംവിധാനങ്ങളാണ്. ടീച്ചർ അവിടുത്തെ അനുഭവത്തെക്കുറിച്ച് പുസ്തകം എഴുതിയിട്ടുണ്ടോ? പിന്നെ 2 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് ഒന്നും എൻ്റെ റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ട് അവരുടെ ട്രൈബൽ മെഡിസിൻ റിസർച്ച് പേപ്പറും ഒരുപാട് റിസർച്ച് ആർട്ടിക്കിൾസൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ അവരുടെ ഈ കൾച്ചറൽ ചേഞ്ചസിനെ കുറിച്ചൊക്കെ
എഴുതിയിട്ടുണ്ട്. നമ്മൾ ഈ ഡേറ്റിംഗ് സംവിധാനമൊക്കെ നമ്മൾ അമേരിക്കൻ സിസ്റ്റത്തിലുള്ളതാണെന്നൊക്കെ അവരും അങ്ങനെ ഡേറ്റ് ചെയ്ത് കല്യാണം കഴിക്കുന്നവരാണ്. അങ്ങനെയൊക്കെ 6 മാസം ഒരുമിച്ച് ജീവിക്കും. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർ പോകും. ചിലപ്പോൾ അവർ പ്രഗ്നൻ്റ് ആകും. ആ കുട്ടിയെ ആ സമൂഹം ഏറ്റെടുക്കും. പിന്നെ അവർ വേറെ കല്യാണം കഴിക്കും. അതൊക്കെയാണ്. അതൊന്നും ആർക്കും അറിയില്ല. പക്ഷേ ഇന്ന് നമ്മുടെ ഒരു ഇമ്പാക്റ്റ് കാരണം അവരിൽ ഒരുപാട് മാറ്റങ്ങളും ഈ ടി വിയും ബാക്കി കാര്യങ്ങളൊക്കെ കൊണ്ട് എല്ലാവരും നശിച്ചു പോയി എന്ന് വേണം പറയാൻ. അവരുടെ തനിമയൊക്കെ ഒന്ന് നഷ്ടപ്പെട്ടു. അവരുമായിട്ട് നല്ല അടുപ്പമായിരുന്നു. അടുപ്പമായിരുന്നു. പിന്നെ അവിടേക്ക് പോയിട്ടുണ്ടോ? പിന്നെ ഞാൻ കുറേ കാലമൊക്കെ കഴിഞ്ഞ് പോകുമായിരുന്നു. ഇപ്പോൾ ഒത്തിരി വർഷമായി. ഞാൻ 97-2000 വരെ അവിടെ പോയിട്ടുള്ളൂ. ടീച്ചർ എപ്പോഴാണ് ജോലിക്ക് കയറുന്നത്? ഞാൻ പല ജോലികൾ പോയിട്ടുണ്ട് സാർ. ഇതിന് മുമ്പായിട്ട് ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിലെ ലോ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു 5 വർഷം ജോലി ചെയ്തു. ലോ പഠിച്ചിരുന്നത്? അതുകൊണ്ട് ലോ ട്രാൻസ്ലേറ്ററായിട്ട്. ലോ ട്രാൻസ്ലേറ്റർ സ്ഥിര ജോലി അല്ലായിരുന്നോ? ആണ്. ടെസ്റ്റ് എഴുതി കയറിയത്? ടെസ്റ്റ് എഴുതി. PSC ഫസ്റ്റ് റാങ്ക് ആയിരുന്നു. PSC ഫസ്റ്റ് റാങ്ക് ആയിരുന്നു. എന്നിട്ട് ട്രാൻസ്ലേറ്ററായിട്ട്. ഇപ്പൊ ജോയിന്റ് സെക്രട്ടറി ഒക്കെ ആവേണ്ടത് അവിടെ ആയിരുന്നെങ്കിൽ? അഡീഷണൽ സെക്രട്ടറി ആവും എൻ്റെ കൂടെ ഉള്ളവരൊക്കെ. ആയിക്കോട്ടെ. എന്നിട്ടോ? അത് കഴിഞ്ഞ് ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ PSC എഴുതി ഗവൺമെൻറ് കോളേജ് ടീച്ചറായിട്ട് കയറി. അപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിൽ 5 വർഷം ഉണ്ടായിരുന്നു ടീച്ചറായിട്ട്. തമിഴ് പ്രൊഫസർ. ക്യാമ്പസിലേക്ക് മാറിയതോ? അത് കഴിഞ്ഞ് എനിക്ക് ട്രാൻസ്ഫർ ചെയ്തു വിക്ടോറിയ കോളേജിൽ പാലക്കാട്. അവിടെ ഒരു 6 മാസം. അപ്പം ചെറിയ കുട്ടികളെയൊക്കെ വിട്ടിട്ട് അവിടെ ട്രാൻസ്ഫറൊക്കെ ആയപ്പോൾ ഞാൻ വിചാരിച്ചു ട്രാൻസ്ഫർ ഇല്ലാത്തൊരു ജോലി ഓപ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോഴാണ് യൂണിവേഴ്സിറ്റിയിലേക്ക് ഓഫർ ചെയ്തത്. അപ്പോൾ യൂണിവേഴ്സിറ്റിയിലെ സീനിയോറിറ്റി പരിഗണിച്ചോ? ഇല്ല സാർ, അത് പുതിയതായിട്ട് അപ്ലൈ, അത് വേറെ സർവീസല്ല. ഇത് ഗവൺമെൻറ് സർവീസ്, ഇത് യൂണിവേഴ്സിറ്റി സർവീസ്. അപ്പം ഞാൻ അവിടെ നിന്ന് റിലിംഗ്വിഷ് ചെയ്തിട്ടാണ് ഇവിടെ വന്ന് ജോയിൻ ചെയ്യുന്നത്. അല്ലാതെ ഈ കോളേജ് പഠിപ്പിച്ചോ ഇതിനകത്ത് കൂടുതൽ കേൾക്കത്തില്ല? അല്ല, അതിന് ഒരു എക്സ്പീരിയൻസിന് കുറച്ച് മാർക്കുണ്ട്, അല്ലാതെ പരിഗണിക്കുകയൊന്നുമില്ല. അപ്പോൾ അത്രയും സീനിയോറിറ്റി പോയി 5 വർഷം ഗവൺമെൻറ് സെക്രട്ടറി. ഇല്ല, അത് നമ്മൾ പെൻഷൻ സമയത്ത് അതൊക്കെ കൗണ്ട് ചെയ്യും. സർവീസ് മൊത്തം കൗണ്ട് ചെയ്യും. ഇവിടുത്തെ പ്രൊമോഷന് അത് പക്ഷെ അത് കുഴപ്പമില്ല സാർ. അങ്ങനെ കേരള യൂണിവേഴ്സിറ്റിയുടെ കാര്യവട്ടം ക്യാമ്പസിൽ ഞാൻ തമിഴ് ഡിപ്പാർട്ട്മെൻറ്റിലെ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ഞാൻ കയറി. ആ സമയത്താണ് എനിക്കിവിടെ സ്റ്റുഡൻറ് സർവീസസ് ഡയറക്ടറായിട്ട് അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട്. അപ്പം ഞാൻ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡുമായിരുന്നു. അസിസ്റ്റന്റ് പ്രൊഫസർ ഹെഡാവും. പിന്നെ അത് ആ ഡിപ്പാർട്ട്മെൻറ്റിൽ സീനിയേഴ്സ് ഇല്ലെങ്കിൽ അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെ ഇടയിൽ സീനിയർ ആയിട്ട്. എത്ര പേരുണ്ട് ഡിപ്പാർട്ട്മെന്റിൽ? ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു. 4 പേരുണ്ട്. ഇപ്പോഴും 4 പേരാ? ഇപ്പോൾ ഒരാളും കൂടിയിട്ടുണ്ട്. 5 പേരായിരുന്നു. അങ്ങനെ ഈ ഹെഡായിരിക്കും ഏത് സമയം, എന്നാണ് ഈ വിഷയം ഉണ്ടാകുന്നത്? ഈ മറ്റേ സ്റ്റുഡൻറ് സർവീസ് ഡയറക്ടറായി ഞാൻ സ്റ്റുഡൻറ് സർവീസ് ഡയറക്ടറായിട്ട് ചുമതലയേക്കുന്നത് 14 ഡിസംബറിൽ. അതെ. അപ്പം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ഒക്കെ സാറായിരുന്നു. എന്നാണ് ഈ യൂണിവേഴ്സിറ്റി ആ വിഷയം ഉണ്ടായത്? ഏത് വർഷമാണ് സാർ? അത് 17. അപ്പോൾ അവർ പിണറായി സർക്കാർ ഭരണം തുടങ്ങി. അപ്പോൾ അത്രയും വർഷവും സ്റ്റുഡൻറ് സർവീസ് ഡയറക്ടറായിരുന്നു. ശരി. അതൊന്നും സംഭവിച്ചു. ആ സംഭവം എന്നെ ഒന്ന് വിശദമായിട്ടൊന്ന് പറഞ്ഞു. പലയിടത്തും പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാം. അതൊരുമാതിരി ആവർത്തന വിരസമായി. അത് കുഴപ്പമില്ല, ആളുകൾക്ക് കേൾക്കാൻ താല്പര്യം ഉണ്ടാവും. ചെറിയതായിട്ട് ആ വിഷയം അതെന്താന്ന് വെച്ചാൽ സ്റ്റുഡൻറ് സർവീസ് ഡയറക്ടർ സാറിന് അറിയാമല്ലോ, ഇവിടെ PMGയിൽ ബസ് സ്റ്റോപ്പിൻ്റെ ബാക്കിലിരിക്കുന്ന വലിയൊരു ബിൽഡിംഗ് ഉണ്ടല്ലോ, അതാണ് സ്റ്റുഡൻറ് സർവീസ് ഡയറക്ടർ. അതിൻ്റെ എന്താ പറയുക, ജോലി എന്ന് പറയുന്നത് നമുക്ക് യൂണിവേഴ്സിറ്റിയുടെ താഴെ ഏകദേശം ഒരു 300 കോളേജുകളുണ്ട്. ആ കോളേജുകൾ പഠിക്കുന്ന കുട്ടികൾ, 3 ലക്ഷത്തിൽ കൂടുതൽ വരുന്ന കുട്ടികളുടെ ആർട്സ് റിലേറ്റഡ് ആയിട്ട് അവരുടെ കലാപരമായിട്ടുള്ള കാര്യങ്ങളും പിന്നെ കുറച്ച് ഫെലോഷിപ്പ് കാര്യങ്ങളുമൊക്കെ നോക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ അതിൽ ഓരോ വർഷവും കുട്ടികളുടെ ഇടയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു യൂണിയൻ വരാറുണ്ട്. ആ യൂണിയൻ ചെയർമാനും യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനും സെക്രട്ടറി ഒക്കെ ഒരു അറിയാമല്ലോ സാർ, അതിൻ്റെ ഒരു പ്രൊസീജിയറാണ്. പിന്നെ ഇതിൻ്റെ പൈസ എന്ന് പറയുന്നത് ഓരോ അവരുടെ ഓഫീസ് ഇവിടെ തന്നെയാണോ? അവരുടെ ഓഫീസാണ് സ്റ്റുഡൻറ് സർവീസസ് ഡയറക്ടറിൻ്റെ ഓഫീസിൻ്റെ താഴെ തന്നെയാണ് അവരുടെയും ഓഫീസ്. അപ്പോൾ അതിന് മേൽനോട്ടം വഹിക്കുന്ന ആളാണ് ഇപ്പോൾ ഒരു ചീഫ് സെക്രട്ടറി എങ്ങനെയാണ് എന്നതുപോലെ. അതായത് ഈ യൂണിവേഴ്സിറ്റി യൂണിയനായിട്ട് പല വിദ്യാർത്ഥി സംഘടനകൾ മത്സരിച്ച് ഒരു ഭരണം പിടിച്ചെടുക്കും. ആ ഭരണം പിടിച്ച അവരുടെ ഭരണത്തിന് വേണ്ട നിയന്ത്രണവും അവർക്ക് കുറെ കാശുണ്ട്. ഓരോ വർഷവും യൂണിവേഴ്സിറ്റി അനുവദിക്കുന്നുണ്ട്. അത് യൂണിവേഴ്സിറ്റി അനുവദിക്കുന്നതല്ല യഥാർത്ഥത്തിൽ ഓരോ കുട്ടി അഡ്മിഷൻ എടുക്കുമ്പോൾ അവരുടെ അഡ്മിഷൻ സമയത്ത് ഈ യൂണിവേഴ്സിറ്റി യൂണിയൻ ഫീ എന്ന് പറഞ്ഞ് കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കുട്ടികളുടെ പൈസ ഞാൻ ആ ഉള്ള സമയത്ത് 30 ലക്ഷമായിരുന്നു, 35 ലക്ഷമായിരുന്നു എൻ്റെ ഓർമ്മ. ഒരു വർഷത്തേക്ക് ആ കുട്ടികൾക്ക് ചെലവ് ചെയ്യാനുള്ള തുക 35 ലക്ഷമായിരുന്നു. പൈസ ഏത് അക്കൗണ്ടിലായിരിക്കും? അത് സ്റ്റുഡൻറ് ഡയറക്ടറുടെ അക്കൗണ്ടിലാണ്. പക്ഷേ അത് ഏറ്റവും തമാശ എന്താ വെച്ചാൽ ഇത് ചെലവ് ചെയ്യാനുള്ള അവകാശം കുട്ടികൾക്കാണ്, പക്ഷേ ഇതിൻ്റെ ലൈബിലിറ്റി ആ ഡയറക്ടർക്കാണ്. കുട്ടികൾ ചെലവഴിക്കാം, അവരേ ചെലവഴിക്കാൻ പാടുള്ളൂ.
അപ്പോൾ ഈ കുട്ടികൾ ബിൽസ് ആൻഡ് വൗച്ചേഴ്സ് തിരിച്ച് കൊടുത്തില്ലെങ്കിൽ ആ ഡയറക്ടറായിട്ടിരിക്കുന്ന എൻ്റെ ശമ്പളം തിന്നത് പിടിക്കും. ഒരിക്കലും പെൻഷൻ മേടിക്കാൻ പറ്റില്ല. അല്ല, ഈ കുട്ടികൾക്ക് ചിലവഴിക്കാൻ അവർ എടുക്കണമെങ്കിൽ നമ്മൾ അനുവദിക്കണ്ടേ? അത്രേ ഉള്ളൂ, ഡയറക്റ്റ് അനുവദിക്കണം. അപ്പോൾ ബില്ല് തന്നാലേ കൊടുക്കാൻ പറ്റുള്ളൂ നമുക്ക് പറയാം. ഞാൻ പറയാൻ പറ്റും. അത് യൂണിവേഴ്സിറ്റി കർശനായിട്ട് പറഞ്ഞു, നിങ്ങൾ ബില്ല് മേടിച്ചിട്ട്. എന്താ വെച്ചാൽ അതിന് മുമ്പുണ്ടായിരുന്ന ബോസ് സാറൊക്കെ റിട്ടയർ ചെയ്തിട്ട് 40 വർഷം എന്തോ ഇതുവരെ 1 രൂപ പോലും പെൻഷൻ മേടിക്കാൻ പറ്റിയിട്ടില്ല. ഈ വിഷയം കാരണം അദ്ദേഹത്തിന് 3 കോടി രൂപയുടെ ലൈബിലിറ്റി. അദ്ദേഹം 1 രൂപ പോലും അതിനൊന്നും എടുത്തിട്ടില്ല പാവപ്പെട്ട മനുഷ്യന് ഇതേപോലെ ബിൽസ് വൗച്ചേഴ്സ് തരാത്തത് കൊണ്ട്. അപ്പോൾ ഈ ഒരു പ്രീസിഡൻസുമായിട്ടാണ് ഞാൻ അവിടെ പോകുന്നത്. ഞാൻ ആ കുട്ടികളുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, കൃത്യമായിട്ട് എനിക്ക് ബിൽസ് ആൻഡ് വൗച്ചേഴ്സ് തരണം എന്ന് പറഞ്ഞു. ആദ്യമൊക്കെ കുറച്ച് ദിവസം പ്രത്യേകിച്ച് കോൺഗ്രസ് ഗവൺമെൻറ് ഉള്ള സമയത്ത് അവർ അത് ഒബേ ചെയ്യുമായിരുന്നു. VCയും രാധാകൃഷ്ണൻ സാറായിരുന്നു, PK രാധാകൃഷ്ണൻ സാർ. അപ്പോൾ സാർ കർശനായിട്ട് പറഞ്ഞു, നിങ്ങൾ കൃത്യമായിട്ട് കൊടുത്താൽ മാത്രമേ ചെയ്യത്തുള്ളൂ എന്ന്. പക്ഷേ അത് കഴിഞ്ഞിട്ട് കാലം സാർക്കറിയാമല്ലോ, ആ കോണ്ടെക്സ്റ്റ് മാറിയപ്പോൾ പിന്നെ അവർ ഒട്ടും അന്ന് അനുസരിക്കാത്ത പൈസ കൊടുക്കണം, ബിൽസ് ആൻഡ് വൗച്ചേഴ്സ് തരത്തില്ല. അപ്പം ആ ഒരു അവസ്ഥയായി. നമുക്കത് വെച്ചില്ലെങ്കിൽ നമുക്ക് കണക്ക് ക്ലോസ് ചെയ്യാൻ പറ്റത്തില്ല, ഒരിക്കലും പറ്റൂല സാർ. അപ്പോൾ എന്ത് സംഭവിച്ചു? ടീച്ചർ വന്നിട്ട് ആദ്യത്തെ വർഷം കൊടുത്തു. അല്ല, 3 വർഷം കുഴപ്പമില്ലാതെ പോയി. അവസാനത്തെ വർഷമാണ്. അല്ലെ 3 വർഷം വൗച്ചർ തന്നോ? വൗച്ചറൊക്കെ ഞാൻ വാങ്ങിച്ചു, അതെല്ലാം സെറ്റ് ചെയ്തു, ഒരുവിധം കുഴപ്പമില്ലാതെയാണ് പോയത്. അവർക്ക് മനസ്സിലായി ഞാൻ കർശനായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആളാണെന്ന് മനസ്സിലായപ്പോൾ അവർ സഹകരിച്ചില്ലാതെ ഒരു നിർവാഹമില്ല എന്ന് ആയപ്പോൾ അവർ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്നു. കൃത്യം ഇൻ ദ സെൻസ് അവർ പ്രോഗ്രാം നടത്തുമോ ഇല്ലോ എന്നുള്ളതൊന്നും അറിയത്തില്ല. ഞാൻ അതായത് കോളേജ് പ്രിൻസിപ്പളുടെ അടുത്ത് ഒപ്പിട്ട് വാങ്ങിച്ചു തരണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നമായി. ഏത് പ്രോഗ്രാമിനൊക്കെ ഫണ്ട് അനുവദിക്കുന്നു? യൂത്ത് ഫെസ്റ്റിവൽ. അതല്ലാതെ അതായത് കോളേജുകളിൽ ഇവർ ഓരോ പ്രോഗ്രാം നടത്തും, കുട്ടികളുടെ എന്താ പറയുക ഒരു അവയർനെസ് അതിന് വേണ്ടിയിട്ടൊക്കെ അവർ ചെയ്തു എന്നാണ് അവകാശപ്പെടുന്നത്. അവർ നടത്തും നമുക്കറിയില്ല, നമുക്ക് നടത്താനുള്ള സിസ്റ്റവും ഇല്ല, അറിയാതെ ഇല്ല. അവിടുന്ന് കത്ത് പഠിക്കും നമ്മൾ. കത്ത് പോലും ഇല്ല. അവർ ബിൽസ് ആൻഡ് വൗച്ചേഴ്സ് കുറേ കൊണ്ടുവരും. അത് ഓഡിറ്റുകാർക്കും അറിയാം ഈ ബിൽസ് ആൻഡ് വൗച്ചേഴ്സ് എങ്ങനത്തെ ബിൽസ് ആൻഡ് വൗച്ചേഴ്സ് ആണെന്ന്. പിന്നെ എന്താ നമ്മൾ ഗവൺമെൻറ് പ്രോപ്പർട്ടിയുടെ കാര്യങ്ങൾ അറിയാമല്ലോ സാർക്ക്, അതുകൊണ്ട് അതങ്ങനെ പാസ്സായി. അപ്പോൾ ഇത് നടക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, നടക്കാറില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പം ഞാനൊരു എന്താ പറയുക, അതിനൊരു ഗൈഡ് ലൈൻസ് കൊണ്ടുവരാൻ ശ്രമിച്ചു. എന്തൊക്കെ ചെയ്യണം എന്താ വെച്ചാൽ ഓരോ കുട്ടിക്കും അവകാശപ്പെട്ടതാണ് ഈ പൈസ. അപ്പോൾ അവർക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണം കിട്ടണം, എല്ലാ മേഖലയിലും കിട്ടണം. എല്ലായിടത്തും നമുക്കറിയാലോ, ആലപ്പുഴ തൊട്ട് പത്തനംതിട്ട എല്ലായിടത്തും കോളേജസ്. അപ്പോൾ അതൊന്നും നടന്നില്ല, അവർ സമ്മതിച്ചില്ല. സിൻഡിക്കേറ്റ് അതെടുത്ത് കളഞ്ഞു, ദൂരെ കളഞ്ഞു. അവർ സമ്മതിച്ചില്ല. അത് നിങ്ങൾ പുതിയതായിട്ടൊന്നും കൊണ്ടുവരണ്ട, ഉള്ളതൊക്കെ കൊണ്ടുപോയാൽ മതി എന്ന് പറഞ്ഞ് എന്നെ ഡിസ്കറേജ് ചെയ്ത് ഇൻസൾട്ട് ചെയ്ത് വിട്ടു. ആ യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവൽ നടക്കുന്ന സമയത്ത് 22 ലക്ഷം രൂപ ആൾറെഡി ഇവർ വാങ്ങിച്ചു കഴിഞ്ഞു. യൂത്ത് ഫെസ്റ്റിവലിന് വേണ്ടിയിട്ട് മൊത്തം ആ വർഷത്തെ 30 ലക്ഷം രൂപയായിരുന്നു. 22 വാങ്ങിക്കഴിഞ്ഞു, 22.5 വാങ്ങിച്ചു കഴിഞ്ഞു, 7.5 കൂടി. അപ്പം ഞാൻ ഒരാഴ്ചക്ക് 1 മാസം മുമ്പേ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ ആ ബിൽസ് ആൻഡ് വൗച്ചേഴ്സ് തരണം. ഈ പൈസ തന്നിട്ടേ ഇല്ല, 1 രൂപ പോലും തന്നിട്ടില്ല അവർ. ആ വർഷത്തിൻ്റെ ഒരു ബില്ലും വൗച്ചറൊന്നും തന്നിട്ടില്ല. അപ്പം ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, എങ്ങനെയാണ് ശരിയാവുന്നതെന്ന്. അപ്പോൾ യൂത്ത് ഫെസ്റ്റിവലിൻ്റെ സമയത്ത് ഈ വരുന്നവർക്കൊക്കെ പൈസ കൊടുക്കുന്ന ഇവരാണ്, ഈ എന്താ പറയുക ജഡ്ജസിനൊക്കെ. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ സമയത്ത് നമ്മൾ അവരെ കഷ്ടപ്പെടുത്തുന്നത് ശരിയായ നടപടിക്രമമല്ലെന്ന്. എൻ്റെ SOയെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ അതിൻ്റെ ചെക്ക് എഴുതി വെക്കും. ഞാൻ മുകളിൽ PVCയെ പോയി ഒരു അപ്പീൽ ചെയ്തിരുന്നു ഒരു പ്രോഗ്രാമിനെതിരെ. അപ്പോൾ അതിനെ ഞാൻ വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ഞാൻ മുകളിൽ പോയിട്ട് PVCയുടെ റൂമിൽ കയറിയപ്പോൾ ഇവർ വളരെ പ്ലാൻഡായിട്ട് റഹീമിൻ്റെ നേതൃത്വത്തിൽ വന്ന് 200 കുട്ടികൾ എന്നെ വളഞ്ഞ് PVC റൂമിൽ സാറിനെ അവിടെ ഇരുത്തിയിട്ട് 3-4 മണിക്കൂർ എന്നെ ഒന്ന് മൂത്രമൊഴിക്കാൻ പോകാൻ പോലും സമ്മതിക്കാതെ. എന്നാ അവർ പറയുന്നേ സാർ? അവർ അല്ലല്ല, സിൻഡിക്കേറ്റ് മെമ്പർ ആയിരുന്നു. റഹീമും പിന്നെ അറിയപ്പെടുന്ന വേറെ കുറേ പേരുണ്ടായിരുന്നു സാർ. പിന്നീട് MLA മന്ത്രി ആയാലുണ്ടോ? MLA മന്ത്രിയൊന്നും ആയിട്ടില്ല. അന്നത്തെ ചെയർമാൻ, അന്നത്തെ സെക്രട്ടറി അവരും കൂടെ വരുന്നു. എന്നിട്ട് PVC ആരായിരുന്നു? വീരമണികണ്ഠൻ സാർ. അദ്ദേഹം എന്നാ പറഞ്ഞു? അദ്ദേഹത്തിന് എന്ത് പറയാൻ പറ്റും? അദ്ദേഹം ഒരു കാഴ്ചക്കാരനായിട്ടിരുന്നു. അവൻ തെറി വിളിക്കുകയല്ലേ സാർ, ചീത്തയാ വിളിച്ചെന്നറിയോ? എനിക്ക് ആ നിമിഷം ജീവിതത്തിൽ മറക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ നിമിഷങ്ങളാണ്. അതല്ല, എനിക്ക് അതിശയം തോന്നിയത് ഈ റഹീമൊക്കെ എത്രയൊക്കെ ആയാലും ആ സിൻഡിക്കേറ്റ് മെമ്പറാണ്. ഞാൻ അവിടുത്തെ ഒരു പ്രൊഫസറല്ലേ, അപ്പോഴും പുള്ളിക്കാരൻ ഒരു റിസർച്ച് സ്കോളറാണ്. അവിടെ റഹീം ഒരു റിസർച്ച് സ്കോളറായിരുന്നു. അപ്പം അദ്ദേഹം അങ്ങനെയൊക്കെ പറയാം, നീ എന്താ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ആരെന്ന വിചാരം, നീ വെറും ഒരു ശിപ്പായാണ്, വാപ്പോ നീ കൊന്നുകളയും, ഇനി വന്നാതാ
അതിൻ്റെ ഇടയ്ക്ക് ശിവൻകുട്ടിയില്ലേ സർ, നമ്മുടെ XMLA, അദ്ദേഹം കയറി വന്നപ്പോൾ പിള്ളേരെല്ലാം പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കും അപ്പം ഇരുന്ന VCക്കും അവിഹിതമാണെന്ന് പറഞ്ഞ് ഈ 200 പേരും ഉറക്കെ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം വന്ന് എന്നോട് ചോദിക്കുക, ടീച്ചർ അതൊക്കെ ശരിയാണോ? ഏത് ഈ ശിവൻകുട്ടി? സാർ ടച്ച് വുഡ് സാർ, ഇതൊക്കെ ശരിയാണോ ടീച്ചറേ എന്ന്. ഞാൻ അദ്ദേഹത്തിനോട്, നിങ്ങളൊരു ജനപ്രതിനിധിയല്ലേ, നിങ്ങളൊരു സീനിയർ മെമ്പറല്ലേ, എന്താണ് ചോദിക്കുന്നത്? ഒരു സെക്കൻഡ് അദ്ദേഹത്തിന് ഒരു വെളിപാട് വന്നതുപോലെ മിണ്ടാതിരിക്കേ എന്ന് പറഞ്ഞ് വിഷയം മാറ്റി. ഇതൊക്കെയാണ് നമ്മുടെ നേതാക്കൾ. ശിവൻകുട്ടി വന്നിട്ട് എന്നാ പറയുന്നത്? അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ ഒപ്പിട്ട് കൊടുക്കണം, എന്താണ് അതാണ് ഇതാണെന്ന് പറഞ്ഞ്. ഇവരുടെ ആവശ്യം അവർക്ക് സാർ, ഞാൻ പറഞ്ഞു നിങ്ങൾ താഴെ ഞാൻ ഒപ്പിട്ട് വെച്ചിരിക്കുകയാണ്, നിങ്ങൾ വിട്, ആ ചെക്ക് നിങ്ങൾക്ക് എടുത്തു തരാം. അവർക്ക് അതല്ല, എന്നെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണം, അപ്പം എന്നെ ഒന്ന് പേടിപ്പിച്ച് മാറ്റണം എന്നതാണ് അവരുടെ ഉദ്ദേശം, മറ്റുള്ളവർക്കൊരു പാഠമാവുന്ന പോലെ. അതിന് ഈ പറഞ്ഞ ഈ മുട്ടത്തറ അഞ്ചു എന്നൊക്കെ പറഞ്ഞ അന്നത്തെ വാർഡ് മെമ്പറൊക്കെ അല്ലേ സാർ, എൻ്റെ ചെവിയിലൊക്കെ വിളിച്ച പച്ചത്തെറിയും സാർ. പെണ്ണുങ്ങൾ മുടിയെ പിടിച്ച് വലിക്കുക. അതിൽ ആ പയ്യന്മാർ, ആ അഞ്ചുമൊക്കെ പറഞ്ഞത്, അവരൊക്കെ ഒരു പെണ്ണല്ലേ, അവർ പറഞ്ഞ നീ എന്തിനാ ഈ കിളവൻ്റെ കൂടെ അവിഹിതം വെക്കുന്നത്, ആ ചുള്ളനായിട്ട് പയ്യന്മാർ കൂടെ ഉണ്ട്, അവരുടെ കൂടെ പോയിക്കൂടെ? ഇതൊക്കെയാണ് സാർ ഒരു പ്രൊഫസർ, ഒരു അമ്മയുടെ പ്രായമുള്ളൊരു പെണ്ണിനെ. ഞാൻ സത്യമായിട്ട് ഞാൻ തകർന്നു പോയി സാർ. അതിപ്പോൾ ആ പയ്യന്മാർ വിളിക്കാൻ വരുന്നോ എൻ്റെ ചുറ്റിലുള്ള എൻ്റെ മോൻ്റെ പ്രായമുള്ള പയ്യന്മാർ. യു സിംപ്ലി തിങ്ക് അബൌട്ട് ദി സിറ്റുവേഷൻ, ദ ഗ്രേവ് സിറ്റുവേഷൻ. എനിക്ക് ആ ഒരു എന്താ പറയുക, സ്ട്രെസ് നിന്ന് പുറത്തു വരാൻ കുറേ ദിവസം എടുത്ത്. റഹീമെല്ലാം കേട്ടോണ്ടിരിക്കുമ്പോഴല്ല, തൊട്ടടുത്ത് കേട്ടോണ്ടിരിക്കുക, ആസ്വദിച്ചുകൊണ്ടിരിക്കുക സാർ. ഇപ്പോഴും ആ വീഡിയോസിൽ എടുത്ത് കണ്ട, അവർ തന്നെ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ അവരുടെ പാട്ടും ഡാൻസും, ഒരു മനുഷ്യ ജീവിയാണ്. അന്ന് ഞാൻ പീരിയഡ്സും കൂടി ആയിരുന്നു. 3 മണിക്കൂർ ഇങ്ങനെ അനങ്ങാൻ പറ്റാതെ ചുറ്റിലും പൊതിഞ്ഞ്. അത് നമ്മൾ ഈ പറഞ്ഞ് പിന്നെയും പറഞ്ഞ് കേൾക്കുന്നവർക്ക് മടുപ്പിക്കുന്നതല്ല, ഒരിക്കലും എനിക്കെന്നല്ല സാർ, ലോകത്ത് ഒരു ഹ്യൂമൻ ബീയിങ്ങിനും അങ്ങനെയൊന്നും ചെയ്യരുത്. അതൊക്കെ കഴിഞ്ഞിട്ടേ സാർ അവർ ആ നിന്ന നിപ്പിനെ അതെല്ലാം പാസ്സാക്കിയെടുത്തു. അവിടെ രജിസ്ട്രാറെ വരുത്തി, അവിടെ ഫിനാൻസ് ഓഫീസറെ വരുത്തി, അവിടെ വരുത്തി ചീത്ത വിളിച്ച് പോലീസുകാർ വന്ന് എത്തി നോക്കിയപ്പോൾ റഹീമ ഓടിച്ച്, ഇവിടെ എന്താണ് കയറിപ്പോ എന്നും പറഞ്ഞു. പോലീസുകാരെയൊക്കെ അവർ പോയി. റഹീമും ചീത്ത വിളിച്ചോ? അപ്പം സാർ അത് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല സാർ, അവർ പഠിച്ചതല്ലേ പാടുള്ളൂ. പെൺപിള്ളേർ മുടിയെ പിടിച്ച് പേന വെച്ച് കുത്തി കാതിലെ. എനിക്ക് ഏറ്റവും എഫക്റ്റായിട്ട് തോന്നിയത് എൻ്റെ കാതിനകത്ത് വന്ന് തെറി വിളിച്ചതാണ്. അപ്പോൾ എൻ്റെ ചെവി കേൾക്കാത്ത ഒരു അവസ്ഥയായിപ്പോയി. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കേസ് കൊടുക്കാൻ പോയപ്പോൾ അവിടെ വെച്ച് നിർബന്ധിച്ച് ഒപ്പിടിച്ചു. ഞാൻ ഒപ്പിടില്ല എന്ന് പറഞ്ഞു സാർ, എന്തായാലും മരണം ഒരിക്കല, ഞാൻ ഒപ്പിടില്ല എന്ന് പറഞ്ഞു, നിർബന്ധം പിടിച്ചിരുന്നു. അങ്ങനെ ശരിയാവത്തില്ലല്ലോ എന്ന് പറഞ്ഞു. അവർ ചെക്ക്, ഞാൻ പറഞ്ഞു ഞാൻ ചെക്ക് താഴെ എല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പോലും കേൾക്കാതെ അവർ ചെയ്തപ്പോഴേ ഞാൻ അത് ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ എൻ്റെ PVC എൻ്റെ മുമ്പിലുള്ള എൻ്റെ ഹയർ ഓഫീസർ പറയാണ്, വിജി അത് ഒപ്പിട്. സോ യു ഹാവ് നോ ചോയ്സ്. ഞാൻ ഒപ്പിട്ട് കൊടുത്തു. അല്ല, അപ്പം എന്നിട്ട് അതിൻ്റെ വൗച്ചറൊക്കെ കിട്ടിയോ പിന്നീട്? ഇല്ല. അപ്പോൾ ഇനി ടീച്ചറിന് അടയ്ക്കേണ്ടി വരും? ഇല്ലില്ല സാർ, അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇവർക്ക് അഡീഷണൽ എമൗണ്ട് വേണമായിരുന്നു. ഈ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അഡീഷണൽ എമൗണ്ട് വേണമായിരുന്നു. അതിനൊരു 5 ലക്ഷം എന്തോ അഡീഷണൽ അവരുടെ സിൻഡിക്കേറ്റല്ലേ പാസ്സാക്കി കൊടുത്തു. അപ്പം ഞാൻ പറഞ്ഞു, ആ അഡീഷണൽ എമൗണ്ട് വേണമെങ്കിൽ നിങ്ങൾ ഈ ബില്ല് കൊണ്ടുവന്ന് കൊടുക്കുക എന്ന് പറഞ്ഞു. പിന്നെ ബില്ലൊക്കെ വാങ്ങിച്ച് ഇപ്പോൾ എനിക്ക് ലൈബിലിറ്റി ഒന്നുമില്ല. ബില്ല് തന്നു. അത് അവർ ചെക്ക് വെച്ച് ബില്ലൊക്കെ മേടിച്ച്. എന്നിട്ട് അന്ന് അവിടെ നിന്ന് ഇറങ്ങി ടീച്ചർ നേരെ പരാതി കൊടുക്കാൻ പോയി? ഇല്ല, അന്ന് ലേറ്റായിപ്പോയി, ഒരു 7 മണിയൊക്കെ ആയിപ്പോയി. പിന്നെ ഞാൻ പോയി. പിന്നെ ഞാൻ അല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു സാർ. അത് ഇന്നിപ്പോൾ ഞാൻ പറയുന്നത് പോലെയല്ല അന്നത്തെ ഒരു അവസ്ഥ. ടീച്ചർ ആരെ സഹായത്തിനൊന്നും വിളിക്കാൻ പറ്റില്ല അന്നേരം? ഇല്ലില്ല. ഞാൻ വീട്ടിലെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ഞാൻ ഇതിന് പ്രതികരിക്കാൻ പോവുകയാണ് വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിനക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ടെങ്കിൽ നീ ചെയ്തോ. ഞാൻ പറഞ്ഞു, എന്തായാലും ഇതിന് ഒരുപാട് ആഫ്റ്റർ എഫക്ട്സ് ഒക്കെ വരും, അതിനൊക്കെ നിങ്ങൾക്ക് പ്രശ്നമുണ്ടോയെന്ന് എൻ്റെ പിള്ളേരോടൊന്നും ഹസ്ബൻഡിനോടും ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഇത്രയും നിന്നെ ഹേർട്ട് ചെയ്ത ഒരു കാര്യം മറ്റുള്ളവർക്ക് വരാതിരിക്കണമെങ്കിൽ നീ തീർച്ചയായിട്ടും മുമ്പോട്ട് പൊക്കോന്ന് അവരൊരു ഫാമിലി സപ്പോർട്ട് ചെയ്തു. പിന്നെ ഞാൻ ഓൺലൈനിലാണ് CMനും എല്ലാവർക്കും പരാതി അയക്കുന്നത്. ആരും അതിനെ വകവെച്ചില്ല. പിന്നെ ഞാൻ നേരെ DGPയുടെ അവിടെ പോയി. നെഹ്റയായിരുന്നു അന്ന്. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി കണ്ടു, കാര്യങ്ങളൊക്കെ പറഞ്ഞു, എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞു. ഒന്നും നടന്നില്ല. ഞാൻ കണ്ടോൺമെൻറ്റ് പോലീസ് സ്റ്റേഷനിൽ പോയി, അവർ കേസ് രജിസ്റ്റർ ചെയ്തില്ല.
അപ്പോഴാണ് ഞാൻ പിന്നെ അന്നത്തെ ഗവർണറായിരുന്ന സദാശിവൻ സാറിൻ്റെ അടുത്ത് പോയി. അപ്പോൾ അവിടെ പോയി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ സാറ് സിറ്റി പോലീസ് കമ്മീഷണറെ വിളിച്ചു, അപ്പോൾ അത് അവിടെ രജിസ്റ്റർ ചെയ്തു കേസ്. വളരെ ഫീബിൾ സെക്ഷൻസ് ഒക്കെ ഇട്ട് രജിസ്റ്റർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലായിരുന്നു ആ കേസ്. അത് കഴിഞ്ഞിട്ട് ഗവൺമെൻറ് ഉടനെ പറഞ്ഞു ഇതിനകത്ത് കഴമ്പില്ല എന്ന് പറഞ്ഞ് വിഡ്രോവൽ പെറ്റീഷൻ മൂവ് ചെയ്തു. അത് എന്നെ വല്ലാതെ മാനസികമായിട്ട് തളർത്തി. അപ്പം ഞാൻ ഇവിടുത്തെ ഒരു പ്രജയല്ലേ, എൻ്റെ ഒരു മിനിമം റൈറ്റല്ലേ, ഞാനൊരു വിക്ടിമല്ലേ സാർ. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. പിന്നെ ഞാൻ എൻ്റെ സ്വന്തം നിലയ്ക്ക് ഒരു വക്കീലിനെ ഏർപ്പാട് ചെയ്തു. അതിനെതിരെ നോട്ടീസ് കൊടുത്തു. ഞാൻ അതിന് മുമ്പോട്ട് പോകുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവർ ഡിസ്ട്രിക്ട് കോടതിയിൽ പോയി അപ്പീൽ ചെയ്തതാണ്. കോടതിയിൽ നിന്ന് തള്ളി. ഇല്ല, ഇത് കേസിനകത്ത് കാര്യമുണ്ട് എന്ന് പറഞ്ഞ് തള്ളി. കൂടുതൽ വകുപ്പെല്ലാം ചാർജ് ചെയ്യില്ല. ഇല്ല സർ, അത് ഇല്ല. വർക്ക് പ്ലേസ് ഹറാസ്മെന്റ് പോലും ഇല്ല. നമുക്ക് ആവശ്യപ്പെടാൻ പറ്റത്തില്ലായിരുന്നോ? നമ്മുടെ വക്കീലിന് ആഡ് ചെയ്യണമെന്ന് ആവശ്യപ്പെടത്തില്ലായിരുന്നു. അത് ഞാൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ തന്നെ. കഴക്കൂട്ടൻ നാരായണൻ നായരായിരുന്നു അദ്ദേഹം ഈ ഇടയ്ക്ക് മരിച്ചുപോയി. അപ്പോൾ അവരുടെ ഓഫീസ് അസോസിയേറ്റ്സ് തന്നെയാണ് ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്. എനിക്ക് അതിൽ അതിശയം തോന്നുന്നത് എന്താണെന്ന് സാർ, 2017 കൊടുത്ത കേസ് ഇന്നിപ്പോൾ 2026 9 നീണ്ട വർഷങ്ങളായിട്ട് നാളിതുവരെ ആദ്യത്തെ റെസ്പോണ്ടൻ്റ് എ രഹീമൊക്കെയാണ്. ഇതുവരെ കോടതിയിൽ വന്നിട്ടില്ല സാർ. നോൺ ബെയിലബിൾ കേസാണത്. ഒരു തവണ പോലും 7, 8 അങ്ങനെയുള്ള വ്യക്തികളൊക്കെ വന്നിട്ടുള്ളൂ. ജാമ്യം എടുത്തിട്ടില്ല, വന്നിട്ടില്ല കോടതിയിൽ. അപ്പം ഞാൻ വിചാരിക്കും നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത് എന്താ, 1-2 പ്രാവശ്യം സമൻസ് സെർവ് ചെയ്യും, നടന്നില്ലെങ്കിൽ അറസ്റ്റ് വാറണ്ട് എന്നല്ലേ. 9 വർഷമായിട്ട്. അപ്പോൾ കോടതി വിത്ത് ഓൾ റെസ്പെക്റ്റ്, നമ്മൾ എല്ലാവർക്കും ഒരു വിചാരമുണ്ട് കോടതിയിൽ പോയാൽ നമുക്ക് നീതി കിട്ടും എന്നൊക്കെ. അപ്പോൾ ഇത് ഈ CPM-കാർക്കൊക്കെ പ്രത്യേകതരം നീതിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് എനിക്ക് നല്ല സങ്കടമുണ്ട് സാർ. 10 വർഷമായിട്ട് കോടതി സമൻസൊക്കെ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്, അവരതെടുത്ത് കുപ്പയിലിടുന്നുണ്ട്, ജാമ്യം എടുക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ട്രയലിലേക്കൊന്നും എത്തിയിട്ടുമില്ല. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഇത്തരം സാഹചര്യങ്ങളിൽ ഹൈക്കോടതി പോകണം. ഹൈക്കോടതി പോയിട്ട് ഇതാണ് എൻ്റെ കേസ്, ഇത്രയും കാലമായിട്ട് തീർത്തിട്ടില്ല, സമയബന്ധിതമായി തീർക്കാൻ പറഞ്ഞാൽ കോടതി 3 മാസത്തിനകം തീർക്കാൻ ഉത്തരവിടും. ഹൈക്കോടതി അങ്ങനെ ചെയ്യണം. അല്ലെ ഇതിങ്ങനെ നീട്ടിക്കൊണ്ട് പോകും. ഹൈക്കോടതി പറയുകയാണ് 3 മാസത്തിനകം തീർക്കണം, ഇത് ഇത്ര ആയി എന്ന് പറഞ്ഞാൽ ഈ കേസിൻ്റെ ഈ 3 മാസത്തിനകം ഈ കോടതിക്ക് ഇത് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അപ്പം നടപടിക്രമങ്ങൾ എടുക്കുക, മാറ്റി വെക്കുക, വാറണ്ട് വിടുക, പിടിച്ചോണ്ട് വരിക, ഇതെല്ലാം ചെയ്യും. ഇത് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ 100 കേസിലധികം നടത്തുന്ന ആളാണ്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ നടപടിക്രമങ്ങളെല്ലാം കൃത്യമായി നോക്കും. മനസ്സിലായി. ചില കേസുകൾ നമ്മൾ അഡ്വാൻസ് ചെയ്യും, അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്തിട്ട് തീരത്തില്ല. സുപ്രീം കോടതിയിൽ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിലെ ഒരു അപ്പോയിൻമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കേസ് കൊടുത്തത്, അതും ഈ 7 വർഷമായിട്ട് ഇതുവരെ അനങ്ങാതിരിക്കുകയാണ്. അതെ, ടീച്ചറിന് പ്രൊമോഷൻ എന്താ സംഭവിച്ചത്? അത് എന്താണെന്ന് വെച്ചാൽ 2018 സാർ ഇവിടെ ഒരു കോൾ ഫോർ ചെയ്തു പുതിയ ആൾക്കാരെ എടുക്കാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റി. അപ്പോൾ യൂണിവേഴ്സിറ്റി അതിന് മുമ്പായിട്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ഓരോ യൂണിറ്റ് ആയിരുന്നു. ആ സമയത്ത് ഇവരെന്ത് ചെയ്തു, മൊത്തം യൂണിവേഴ്സിറ്റിയെ ഒരു യൂണിറ്റായിട്ട് കൗണ്ട് ചെയ്ത് മൊത്തം, അതായത് തമിഴ് ഡിപ്പാർട്ട്മെൻറ്റിൽ ആളെ എടുക്കണം എന്നുണ്ടെങ്കിൽ തമിഴ് ഡിപ്പാർട്ട്മെൻറ്റ് മാത്രം കൾഫർ ചെയ്യും. അപ്പോൾ തമിഴ് ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു റൊട്ടേഷൻ ലിസ്റ്റ് ഉണ്ട്, അതനുസരിച്ചായിരുന്നു. പക്ഷേ ആ 2018 അവർ കൾഫർ ചെയ്തപ്പോൾ എന്തായെന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റി 45 ഡിപ്പാർട്ട്മെൻറ്റിനും മൊത്തം ഒരു യൂണിറ്റായിട്ട് കൺസിഡർ ചെയ്ത് റൊട്ടേഷൻ, ഈ കമ്മ്യൂണിറ്റി റൊട്ടേഷൻ ചെയ്തപ്പോൾ അതിനകത്ത് തമിഴ് ഡിപ്പാർട്ട്മെൻറ്റിൽ 3 വേക്കൻസി ഉണ്ടായിരുന്നു. അതിൽ 2 വേക്കൻസി ബ്ലൈൻഡിന് കൊടുത്തു, 1 വേക്കൻസി ആൾറെഡി ഉള്ള ലാറ്റിൻ കാത്തലിക്സ് കൊടുത്തു. 3 വാക്കറ്റ് സംവരണമായി. അപ്പോൾ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇട്ടോണ്ട് ബാക്കി എല്ലായിടത്തും മറ്റുള്ളവരെ കയറ്റാൻ വേണ്ടി ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഫുൾ ഓപ്പൺ. മനസ്സിലായി സാർ, എല്ലാം ജനറൽ കാര്യം. അപ്പോൾ അതൊക്കെ ഇവർ ചെയ്യുന്നതിന് അഡ്ജസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ അതിനെതിരെ ഞാൻ പ്രതികരിച്ചതാണ്, ഹൈക്കോടതിയിൽ കൊണ്ട് കേസ് കൊടുത്തു. ടീച്ചർ ഓൾറെഡി ജോലിയാണല്ലോ, പിന്നെ എന്തായാലും അല്ല സാർ, നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് നമുക്കൊരു ഉത്തരവാദിത്തമില്ലേ? ആ ഡിപ്പാർട്ട്മെൻറ്റ് ഇല്ലാതായി പോകും സാർ. അത് സംവരണം ഇല്ലാതെ പോയി അങ്ങനെയല്ല. ഇപ്പോൾ വരെ ബ്ലൈൻഡിൽ 2 പേരെയും ഫില്ല് ചെയ്യാൻ പറ്റിയിട്ടില്ല.
തിരിച്ചും മറിച്ചും അതാണ് വിളിച്ചിരിക്കുക. തമിഴിൽ യോഗ്യതയുള്ള ബ്ലൈൻഡ് ആയിട്ട് ആൾക്കാർ വരണം, അത് കിട്ടത്തില്ല. അതൊരിക്കലും കിട്ടത്തില്ല. അത് ബ്ലൈൻഡ് കഴിഞ്ഞാൽ പിന്നെ എന്താ ചെവി കേൾക്കാത്തവർക്കാകും. അങ്ങനെ ഒരു 5 സംവരണമുണ്ട്, തിരിച്ചും മറിച്ചും യോഗ്യതയുള്ളവരില്ല. ഇല്ല. അപ്പൊ അത് ഒരിക്കലും ഫില്ല് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് മനഃപൂർവ്വം അവര് ഒരു ബ്ലൈൻഡ് പറഞ്ഞ ആ പിള്ളേരുടെ ഈ ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകളുടെ അവസരവും നഷ്ടപ്പെടുകയാണ്. എന്തെല്ലാം കൃത്രിമോ അല്ലേ? മനസ്സിലായോ സാർ? അപ്പൊ അതിനെ ഞാൻ പ്രതികരിച്ചതാണ്. അതിന് കൊണ്ടുപോയി ഞാൻ കോടതിയിൽ കേസ് കൊടുത്തു. ഹൈക്കോടതി കൊടുത്തു. ഞാൻ കേസ് കൊടുത്തത് ആ നോട്ടിഫിക്കേഷനെ റദ്ദാക്കണം എന്ന് പറഞ്ഞ, ഇതിനകത്ത് നീതിയില്ല, ഇതിന് ഒരുപാട് അനോമലി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് കോടതി സ്റ്റേ ഓർഡർ ഒന്നും തന്നില്ല. അത് കഴിഞ്ഞിട്ട് യൂണിവേഴ്സിറ്റി അപ്പോയിൻമെൻറ്റുമായിട്ട് പോയി 57 പേരെ അപ്പോയിൻ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഒരു ദിവസം കോടതി ആ നോട്ടിഫിക്കേഷൻ റദ്ദാക്കി. അപ്പോൾ ഈ 57 പേരും എനിക്കെതിരെ തിരിഞ്ഞു. അങ്ങനെ ഭയങ്കര രസമായിരുന്നു. അല്ല, പോയി യഥാർത്ഥത്തിൽ പോകേണ്ടതാണ്. അപ്പോൾ അവർ അപ്പീൽ ചെയ്തു, ഡിവിഷൻ ബെഞ്ചിലേക്ക് അപ്പീൽ ചെയ്തു. പിന്നെ അറിയാമല്ലോ സാർ അതിൻ്റെ കാര്യങ്ങൾ. അപ്പം അവർ സ്റ്റേ അല്ല, അവർക്ക് അനുകൂലമായിട്ട് വിധി വാങ്ങിച്ചു. അപ്പം ഞാൻ അതിനെതിരെ സുപ്രീം കോടതിയിൽ കൊണ്ടുപോയി. എന്താ വെച്ചാൽ ആ വിധി വായിച്ചാൽ തന്നെ അറിയാം അതൊരു റെലവൻ്റ് ആയിട്ടുള്ള ഒരു വിധിയല്ല എന്ന്. ഞാൻ സുപ്രീം കോടതിയിൽ അപ്പീൽ ചെയ്തു. ആ അപ്പീൽ ഇതുവരെ അത് അവിടെ ഉറങ്ങുകയാണ്. നമ്മൾ മറ്റേ സുപ്രീം കോടതിയിൽ ഒരുപാട് കേസുകൾ, വിധി വരാത്ത കേസുകളില്ലേ, അതുപോലെ എന്താ ലിസ്റ്റ് ചെയ്തിട്ട് പോലും ഇല്ല, അതവിടെ ഇരിക്കുകയാണ്. എന്തെല്ലാം അല്ലേ നടക്കുന്നത്? അത് തമാശയതല്ല. ഇതിൽ ഈ 57 ടീച്ചേഴ്സ് ഉണ്ടല്ലോ യൂണിവേഴ്സിറ്റിയിൽ, അതിൽ ചിലരൊക്കെ എനിക്ക് പരിചയമുള്ളവരാണ്, നേരത്തെ എൻ്റെ കൂടെ കൂട്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ എന്നെ കണ്ടപ്പോൾ മുഖം തിരിച്ചു പോകുന്നു. അപ്പോൾ ഞാനൊരു ദിവസം ചോദിച്ചു, എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇപ്പോഴും അവരുടെ അടുത്ത് നിന്ന് ഈ കേസെന്നും പറഞ്ഞ് കാശ് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എന്നോട് ഭയങ്കര ദേഷ്യം അവർക്ക്. ഇതൊന്നും ഞാൻ അറിയുന്നില്ല. അല്ല, പക്ഷേ അത് അന്യായമില്ല. അത് ഈ ഒരു നിയമവിരുദ്ധമായിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ ബ്ലൈൻഡ് ആളുകളാണ് കേസിന് പോകേണ്ടത്. അവരുടെ അവസരമെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നത് ആണ്. അതേപോലെ മറ്റ് ഡിപ്പാർട്ട്മെന്റിൽ അവർക്ക് കിട്ടിയെന്ന് വരാം. ഈ തമിഴായതുകൊണ്ടാണല്ലോ അവർക്ക് കിട്ടാത്തത്. അതെ, അവർ എക്കണോമിക്സോ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എവിടെയെങ്കിലും അവർക്ക് കിട്ടിയെന്ന് വരാം. സാർ, ഞാൻ പോയത് 2 കാര്യത്തിനാണ്. ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ 50% റിസർവേഷൻ കൂടുതൽ പാടില്ല. എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ 85% റിസർവേഷനാണ്. അത് ശരിയായ നടപടിയല്ല. ഒന്ന് വേറെ അതുപോലെ SC/ST ആൾക്കാർക്കും ഒരുപാട് അനോമലീസ് ഉണ്ട്. ഈ റൊട്ടേഷനിലെ സാർ, ചില ഡിപ്പാർട്ട്മെൻറ്റുകളിൽ അവർ ആ പോസ്റ്റ് കരുതി വെച്ചിരുന്നവർക്ക് അത് വേറെ ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി ആ പോസ്റ്റ്. അതെങ്ങനെ മനസ്സിലാവും പറഞ്ഞേ? ഇപ്പോൾ ബയോകെമിസ്ട്രിയിലെ ഒരു SC എലിജിബിൾ ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ഉണ്ടെന്ന് വയ്ക്കും. പക്ഷേ അവർ ബയോകെമിസ്ട്രിയിൽ അത് വേറെ ഏതെങ്കിലും ഒരു റിസർവേഷനിലോ അല്ല OBCയിലായിട്ട് അവർക്ക് തൊട്ടടുത്ത് ഫിസിക്സിൽ പോയി എന്ന് വെച്ചോ, അപ്പോൾ അവർക്ക് ആളും കാണത്തില്ല. അപ്പോൾ അവർക്കത് നഷ്ടമായി. അപ്പോൾ അട്ടിമറിയാണ് നടന്നത്. ഇതൊന്നും ആരും കണ്ടെത്തുന്നില്ല, പൊരുതുന്നുമില്ല, പോരാടുന്നുമില്ല. ഈ ദുർബലരായ മനുഷ്യർക്ക് വേണ്ടി ആരുമില്ല എന്നതിൻ്റെ തെളിവാണല്ലേ? അല്ല സാർ, ഞാൻ എല്ലാ റെസ്പെക്റ്റോടു കൂടി പറയട്ടെ, കേരളത്തിലെ ആൾക്കാർക്ക് അവരവരുടെ കാര്യങ്ങൾ കഴിഞ്ഞാൽ നമ്മളങ്ങ് പോകാം, സേഫായിട്ട് തട്ടിമുട്ടോ ഒന്നും ചെയ്യാതെ പോകാം എന്നുള്ളൊരു മനോഭാവമാണ്. പ്രതികരിക്കാനായിട്ട് ആർക്കും പ്രതികരിക്കുന്ന എൻ്റെ അവസ്ഥ അറിയത്തില്ല. ഞാൻ അതാണ് പറയാൻ വന്നത്. സാറിൻ്റെ അവസ്ഥ അറിയാമല്ലോ. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് പോകാൻ അങ്ങനെ ആവുമ്പോൾ എന്താവും എന്നറിയാമോ സാർ? എല്ലാവരും ഇങ്ങനെയായാൽ പിന്നെ നമ്മുടെ സമൂഹം മോശമായി പോകും. ടീച്ചറിൻ്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടൊരു വിഷയം ഉണ്ടായിരുന്നില്ലായിരുന്നോ? പ്രൊമോഷൻ കുറേ ദിവസം തടഞ്ഞ് വെച്ചിരുന്നു. അപ്പോഴാണ് എനിക്ക് അമേരിക്കയിൽ പോകുന്ന ഒരു ഇത്. തമിഴ് ഡിപ്പാർട്ട്മെൻറ്റിൽ എന്തോ ഒരു പ്രൊമോഷൻ തടയുന്ന തരത്തിൽ എന്തോ ഒരു പരിപാടി ഉണ്ടായി, അപ്പോയിൻമെൻറ്റിൽ എന്തോ ഒരു വൃത്തികേട് കാണിച്ചിട്ട്. അത് ഇത് തന്നെയാണോ? ഇല്ല സാർ, അതല്ല. എനിക്ക് അതായത് ഡ്യൂ ഡേറ്റിൽ എനിക്ക് പ്രൊമോഷൻ തരാതെ 2-3 വർഷം വൈകിച്ചു. അപ്പോഴാണ് ഞാൻ ഗവർണറെ കണ്ടു. ഈ ഡിക്ഷണറി ഒന്ന് പ്രകാശനം ചെയ്യാൻ പോയപ്പോൾ ഞാൻ സാറിൻ്റെ അടുത്ത് ഇന്ന കാര്യമാണെന്ന് പറഞ്ഞു. എനിക്കിങ്ങനെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ഡെപ്യൂട്ടേഷൻ ഹ്യൂസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലെ വിസിറ്റിംഗ് പ്രൊഫസറായിട്ട് കിട്ടിയിരിക്കുന്നു. ഞാനിപ്പോഴും അസോസിയേറ്റ് ആയിട്ടിരിക്കുകയാണ്. 3 വർഷം മുമ്പേ എനിക്ക് പ്രൊഫസർ കിട്ടേണ്ടതാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം VCയുടെ അടുത്ത് പറയുകയും മോഹൻ കുന്നുമേൽ സാർ എനിക്ക് ആ പ്രൊമോഷൻ്റെ ഡ്യൂ ആയിരുന്നത് തരികയും ചെയ്തു. അദ്ദേഹം ആയതുകൊണ്ട് കിട്ടി. ഉറപ്പാണ്. ഹൂസ്റ്റണിൽ എന്ത് ജോലിയായിരുന്നു, എന്താണ് ഉത്തരവാദിത്വം പറഞ്ഞേ? സാർ, ഹ്യൂസ്റ്റണിൽ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഹ്യൂസ്റ്റൺ പോയപ്പോൾ അവിടെ ഒരുപാട് തമിഴ് കമ്മ്യൂണിറ്റി ഉണ്ട്. സാറ് പോയിട്ടുള്ള ഈ ഇടയ്ക്ക് പോയത് അവിടെ തമിഴ് മലയാളികളൊക്കെ ഒരുപാട് പേര്. അപ്പോൾ അവിടെ ഒരു ഹ്യൂസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലെ ഒരു തിരുവള്ളുവർ ചെയർ ഒന്ന് പ്രഖ്യാപിച്ചു അദ്ദേഹം.
മോദിജി തമിഴിലുള്ളത് കൊണ്ട്. അതെ. അപ്പോൾ അതിലേക്ക് അത് നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററുടെ താഴെ ICCR എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്. അപ്പോൾ ആ ICCRലെ കോൾ ഫോർ ചെയ്തു ഓൾ ഇന്ത്യ ലെവലിൽ ഇങ്ങനെ തമിഴ് പ്രൊഫസേഴ്സ് ഇങ്ങനെ ഒരു ചെയറുണ്ട്, താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യാനായിട്ട്. അത് അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് ഞാൻ അതിലൊരുപാട് പ്രോസസ്സാണ് സർ, ഇൻ്റർവ്യൂസും ബാക്കി കാര്യങ്ങളൊക്കെ ഷോർട്ട് ലിസ്റ്റൊക്കെ ചെയ്തു. അതിലെനിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടി. അപ്പോൾ അങ്ങനെ ഡെപ്യൂട്ടേഷൻ ഒരുപാട് അപേക്ഷകരുണ്ടായിരുന്നോ? സ്വാഭാവികമായിട്ട് കാണുമല്ലോ, ഓൾ ഇന്ത്യ റാങ്കിൽ പല സ്ഥലത്തു നിന്ന്. അപ്പോൾ അങ്ങനെ ഞാൻ ഇവിടെ നിന്നൊരു ഡെപ്യൂട്ടേഷനിൽ അങ്ങോട്ട് പോയി. അത് എനിക്ക് എൻ്റെ ഓഫീസ് നമ്മളെ കോൺസുലേറ്റ് ജനറൽ ഓഫീസാണ്. നമ്മുടെ മീൻസ് ഞാൻ പോയത്, ഞാൻ കോൺസുലേറ്റ് ജനറൽ ഓഫീസിൻ്റെ താഴെയാണ് അറ്റാച്ച് ചെയ്തിരുന്നത് എൻ്റെ സാലറിയും കാര്യങ്ങളൊക്കെ. ഇന്ത്യൻ കോൺസുലേറ്റ് ജനറൽ. എൻ്റെ വർക്ക് യൂണിവേഴ്സിറ്റിയിലായിരുന്നു. അല്ല, അപ്പൊ സാലറി ആരാ തരുന്നത്? ഇന്ത്യൻ ഗവൺമെന്റ്. ഇന്ത്യൻ ഗവൺമെന്റ് അവരല്ല. ഏനോ അപ്പൊ സാലറി ഇവിടുത്തെ സാലറി അവിടുത്തെ സാലറി തരുമോ? ഇവിടുത്തെ സാലറി തന്നെയാണ്, പക്ഷെ ഒരു ഫോറിൻ അലവൻസ് തരുമായിരുന്നു. താമസം യൂണിവേഴ്സിറ്റിയിൽ തന്നെ എനിക്കൊരു അപ്പാർട്ട്മെന്റ് തന്നിരുന്നു. അവർ ഫ്രീ തന്നു. അതെ. അക്കോമഡേഷൻ അല്ല, ഫുഡോ ഫുഡൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിക്കണം. അപ്പൊ പ്ലസ് നമുക്കൊരു ഫോറിൻ അലവൻസ് കൂടെ ഉണ്ടെന്നേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അപ്പൊ കുഴപ്പമില്ല. എത്ര കാലത്തേക്കായിരുന്നത്? എനിക്ക് 2 വർഷത്തേക്കായിരുന്നു സർ. എനിക്ക് 1 വർഷം കൂടി എക്സ്റ്റൻഷൻ തന്നു, 3ാമത്തെ വർഷം കൂടി. എനിക്ക് മതിയായതുകൊണ്ട് വേണ്ടാന്ന് അത് ഡിക്ലൈൻ ചെയ്തിട്ട് ഞാൻ ഇവിടെ വന്ന് റീജോയിൻ ചെയ്തു. പുതിയ ആരിലും അവിടെ പോയോ? ഇവിടെ നിന്ന് കുറേ പേരെ സജസ്റ്റ് ചെയ്തു, പക്ഷേ ആ യൂണിവേഴ്സിറ്റിക്ക് സെർട്ടൺ നോംസ് ഉണ്ട്. അവർ വിചാരിക്കുന്നത് ഇപ്പം തമിഴ് മാത്രമല്ല, വേറെ അഡീഷണൽ ഡിഗ്രീസൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പം ഞാൻ അവിടെ എനിക്ക് LLB ഒക്കെ ഉള്ളത് കൊണ്ട് ഞാൻ പൊളിറ്റിക്സിലൊരു കോഴ്സ് ഓഫർ ചെയ്തു, ഹിസ്റ്ററിയിലൊരു കോഴ്സ് ഓഫർ ചെയ്തു. അപ്പോൾ അവർക്ക് ആ ഡിഗ്രീസ് വേണം എങ്കിലേ മറ്റേ ഡിപ്പാർട്ട്മെൻറ്റിൽ കോഴ്സ്. അവിടെ സർവീസ് സെക്ടർ അല്ല എഡ്യൂക്കേഷൻ, അവിടെ ബിസിനസ് സെക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് എത്ര കുട്ടികൾ വരുന്നോ അത്രയ്ക്ക് അവർ കാശ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ തമിഴ് മാത്രം പഠിച്ചിട്ട് പോയ ആൾക്കാർക്ക് തമിഴ് കൾച്ചറൽ കോഴ്സ് മാത്രമല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അത് കുറച്ച് കുട്ടികളെ കാണും. അതെ. അവിടെ ആൾറെഡി ഒരു മോഡേൺ ആൻഡ് ക്ലാസിക്കൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അവിടെ ഒരു 12 കൂടുതൽ ലാംഗ്വേജ് ഡിപ്പാർട്ട്മെൻ്റാണ്. ഈ ക്ലാസിക്കൽ ലാംഗ്വേജിനകത്ത് തമിഴുണ്ടോ? തമിഴുണ്ട്. എന്നിട്ട് അപ്പം ഞാൻ ഓരോ സെമസ്റ്ററിൽ ഓരോ കോഴ്സ് ഓഫർ ചെയ്യും. അല്ലാതെ ഒരു ഡിഗ്രി ഒന്നും പറ്റില്ല സാർ. ഒരു എന്താ പറയുക, ഒരു എലക്റ്റീവ് കോഴ്സ് പോലെ. അപ്പോൾ അതിൽ കുട്ടികൾ എൻറോൾ ചെയ്യും, നമ്മൾ ക്ലാസ് എടുക്കണം. പിള്ളേരുണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. 10 കുട്ടികൾ ഒരു കോഴ്സിന്. പിന്നെ അതല്ലാതെ പൊളിറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ കോഴ്സിൽ 16 കുട്ടികളുണ്ടായിരുന്നു. പിന്നെ ഇന്ത്യൻ കൾച്ചർ കോഴ്സിൽ ഒത്തിരി കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ അത് തുടരുവാണോ അവരതോ നിർത്തിയോ? അതിന് ഈ പറഞ്ഞ പോലെ ഞാൻ വന്നതിന് ശേഷം ഇവർക്ക് ഒരാളെ കറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് അത് ഇപ്പോൾ പെൻഡിങ് ആയിട്ടിരിക്കുകയാണ്. അടുത്ത സെമസ്റ്ററിൽ നിന്ന് തുടങ്ങുമെന്നാണ് കോൺസുലേറ്റ് ജനറൽ പറഞ്ഞത്. ഓക്കെ. എന്നിട്ട് അവിടുത്തെ ജീവിതം എങ്ങനെ ഉണ്ടായിരുന്നു? ക്യാമ്പസിനകത്താണ് എനിക്ക് അപ്പാർട്ട്മെന്റ് ഉള്ളത്. അത് വ്യത്യസ്തമായ ഒരു ജീവിതമാണ്, സാർക്കറിയാലോ. അവിടുത്തെ ഫെസിലിറ്റി ഒക്കെ ഭയങ്കര. അതെ. ഞാൻ അതിനു മുമ്പ് വെളിയിൽ എവിടെയും പോയിട്ടില്ല. ഡയറക്റ്റ് അമേരിക്കയിലാണ് പോയത്. അവിടുത്തെ ജീവിതം വേറൊരു രീതിയിലാണ് സർ. അതായത് നമുക്ക് എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. ഞാൻ അതിനെക്കുറിച്ച് ഒരു പുസ്തകം എഴുതി, ഞാൻ സാറിന് തന്നില്ലേ, ഉടയുന്ന ലിബേർട്ടി എന്ന് പറഞ്ഞൊരു പുസ്തകം. എന്ന് വെച്ചാൽ 2 വർഷം ഞാൻ അവിടെ ഇരുന്നപ്പോൾ നമ്മൾ സാധാരണ ഒരു ട്രാവലോഗ് പോലല്ലാതെ അവിടുത്തെ ആൾക്കാരുടെ മനോഭാവം എന്താണ്, അവരെങ്ങനെയാണ് ലോകത്തെ കാണുന്നത്, നമ്മുടെ പ്രത്യേകിച്ച് ഇന്ത്യക്കാരെങ്ങനെയാണ് അവർ കാണുന്നത്, അവിടുത്തെ സമൂഹത്തിൽ എസ്പെഷ്യലി ഈ യങ്സ്റ്റേഴ്സിൻ്റെ ഒരു അവസ്ഥ വളരെ ദയനീയമാണ് സർ. നമ്മളെല്ലാവരും അമേരിക്ക എന്ന് പറയുമ്പോൾ ഭയങ്കര മോഹത്തോടെ അല്ലേ, പക്ഷെ അവിടുത്തെ മോറലായിട്ട് ആ സമൂഹം പൊളിഞ്ഞൊരു സമൂഹമാണ്. സത്യമായിട്ടാണ് ഞാൻ പറയുന്നത്. എന്താ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ ആ കുട്ടികൾ, ഞങ്ങളെ ഈ യൂണിവേഴ്സിറ്റിക്കകത്ത് തന്നെ 5 കൗൺസിലിംഗ് സെൻറ്റേഴ്സ് ഉണ്ട്. ഞാൻ പോയതിന് ശേഷം ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ് വലിയൊരു അപ്പാർട്ട്മെൻറ്റാണ്, 10 നിലയുള്ള വലിയ അപ്പാർട്ട്മെൻറ്റാണ്. അതിനകത്ത് 4 കുട്ടികൾ ആത്മഹത്യ ചെയ്തു 2 വർഷത്തിനകത്ത്. ആരും ഹാപ്പി അല്ല സർ. എല്ലാവരും അവിടുത്തെ അമേരിക്കൻ കുട്ടികളാണ്. എന്താ വെച്ചാൽ അവിടെ ഫാമിലി അത്ര എന്താ പറയുക സ്ട്രോങ് അല്ല. അച്ഛനമ്മയ്ക്ക് മക്കളോട് ഒരു റിലേഷൻഷിപ്പില്ല. അതൊക്കെ കൊണ്ട് അവർക്ക് എവിടെ തിരിഞ്ഞാലും നിങ്ങൾക്ക് കാശ് കിട്ടും. ചുമ്മാ ഏതെങ്കിലും ഹോട്ടലിൽ പോയാൽ ഒരു ദിവസം $40 കിട്ടും, അന്നത്തെ ദിവസത്തെ ചിലവിനായി. അപ്പോൾ പിള്ളേർ അവിടെ 30% ഡിഗ്രി ഹോൾഡേഴ്സ്. സാർക്കറിയാമോ? അമേരിക്കക്കാർ പഠിച്ചിട്ടില്ല സാർ. ഈ ട്രംപ് പറയുന്നില്ലേ 100 എത്ര $100,000 തന്നാലേ ഞങ്ങൾക്ക് വിസ തരത്തുള്ളൂ. അതൊന്നും നടക്കാൻ പോകുന്നില്ല. എന്താ വെച്ചാൽ ഇന്ത്യക്കാരും ചൈനക്കാരും സൗത്ത് ഏഷ്യൻസ് ഇല്ലെങ്കിൽ അമേരിക്കയിലെ ഒരു കാര്യം നടക്കില്ല.
നല്ല പൊസിഷൻസ് സ്കിൽഫുൾ ആയിട്ടുള്ള ഇതെല്ലാത്തിലും ഇന്ത്യക്കാരാണുള്ളത്. ഓക്കെ. അതുകൊണ്ട് ഇവർ പറയുന്ന പോലെയല്ല, അവിടെ അമേരിക്കൻ കുട്ടികൾ പഠിക്കുന്നില്ല സർ. ക്ലാസ്സിൽ ആ സിലബസുകളൊക്കെ കണ്ടാൽ കരഞ്ഞു പോകും. മോശം, അത്രയ്ക്ക് മോശമാണ്. എനിക്ക് അറിഞ്ഞുകൂടാ, അവർ ഇനി അതിൻ്റെ ഇമ്പാക്റ്റൊക്കെ കാണാൻ പോകുന്നേ ഉള്ളൂ. അതിൽ ഏറ്റവും സങ്കടമായിട്ട് എനിക്ക് തോന്നിയത്, എല്ലാ യൂണിവേഴ്സിറ്റിയിലും നമ്മൾ ഏഷ്യൻ കോഴ്സസ് ഉണ്ട് സർ, ഏഷ്യൻ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. അതിലുള്ള ഇന്ത്യക്കാരാണ് കൂടുതൽ. അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ഇന്ത്യയെക്കുറിച്ച് ഏറ്റവും മോശമായിട്ടുള്ള സബ്ജക്റ്റുകളാണ് അവിടെ ഓഫർ ചെയ്യുന്നത്. സാർക്ക് അറിയാമോ ഇത്? അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇന്ത്യയെക്കുറിച്ച് അവിടെ അമേരിക്ക കുട്ടികൾക്ക് വളരെ പുച്ഛമാണ്. അവിടെ ഇന്ത്യയെക്കുറിച്ചുള്ള ധാരണ കേട്ടാൽ സാർ അന്തം വിട്ടു പോകും. എന്നോട് ചോദിച്ചു, ഇത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കൺട്രിയിൽ നിങ്ങൾ എങ്ങനെ സർവൈവ് ചെയ്യുന്നു എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ഇമ്പ്രഷൻ ഒന്ന് ആലോചിച്ച് നോക്കാം. അങ്ങനത്തെ സബ്ജക്റ്റാണ് അവർ. അതിനെതിരെ ഞാൻ നമ്മുടെ ജയശങ്കർ സാർക്ക് ഞാനൊരു കത്തെഴുതി. നിങ്ങൾ ഈ അമേരിക്കയിലുള്ള എല്ലാ സൗത്ത് ഏഷ്യൻ ഡിപ്പാർട്ട്മെൻറ്റ്സിലുള്ള ടീച്ചേഴ്സിനെയൊക്കെ ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് അവർക്കൊരു അവയർനെസ് ക്ലാസ് കൊടുക്കണം. ഇന്ത്യയെക്കുറിച്ച് മോശം, നമുക്ക് എല്ലാം ശരിയെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അതിന് ഒരു ബോധമില്ലാതെയാണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നത്. അതൊക്കെ വളരെ മോശമാണ് സർ. നമ്മൾ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ യങ്സ്റ്റേഴ്സ് എല്ലാം അമേരിക്കയെ നോക്കിയിരിക്കുകയാണ്. അവിടുത്തെ കൾച്ചറാണ്. നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പഠിക്കാനൊക്കെ പോകുന്ന പിള്ളേരെ അല്ല, അവിടെ ഏറ്റവും തമാശ, ഇവിടെയുള്ള ക്രീമായിട്ടുള്ള കുട്ടികളാണ് അവിടെ പോകുന്നത്. അവിടെയുള്ള എല്ലാ യൂണിവേഴ്സിറ്റിയിലും ഫസ്റ്റ് റാങ്കും മാർക്കും വാങ്ങിക്കുന്ന ഇന്ത്യ കുട്ടികളാണ്. നമ്മുടെ പിള്ളേരാണ്. എന്താ വെച്ചാൽ അവർ ഉത്തരവാദിത്തോടെയാണ് പോകുന്നത് അവിടെ പഠിക്കാനായിട്ട്. പക്ഷേ അവിടെയുള്ള കുട്ടികൾക്കൊക്കെ, അവിടെയുള്ള ഇന്ത്യൻ സെക്കൻഡ് ജനറേഷൻ പിള്ളേരുടെയൊക്കെ അവസ്ഥ വളരെ പരിതാപകരം. ഈ സ്റ്റുഡൻസിന് ടീച്ചറിനോടുള്ള സമീപനം എന്തായിരുന്നു? ആദ്യമൊക്കെ എനിക്ക് കുറച്ച് സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നി. എന്നുവെച്ചാൽ എനിക്ക് ഇവിടെ എൻ്റെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഭയങ്കര കൂട്ടാണ്. ഈ റഹീമിനെ പോലെ അതെ, ഈവൻ SFIക്കാർക്ക് അകത്ത് തന്നെ എന്നോട് വലിയ, ഇപ്പോൾ ക്യാമ്പസിലുള്ള പിള്ളേർ SFIക്കാരൊക്കെ ഉണ്ട്, പഠിക്കുന്ന പിള്ളേരൊക്കെ എൻ്റെ അടുത്ത് വലിയ കൂട്ടാണ്. എന്തൊരാവശ്യത്തിനാണ് ABVPക്കാരായാലും KSUക്കാരും എല്ലാവരും വലിയ കൂട്ടാണ്. എൻ്റെ സ്റ്റുഡൻസിന് പറയേ വേണ്ട, അവർ ക്ലാസ് ഫ്രീ ആണെങ്കിൽ ഏത് ടീച്ചറുടെ ആണെങ്കിലും എന്നെ ഓടി വന്ന് വിളിക്കും. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസോടെ ഞാൻ അവിടെ പോകുമ്പോഴേ സാർ, അവിടെ എല്ലാം റോബോ പോലെയാണ് പിള്ളേർ. അവർ വരും സമയത്ത് അടുത്തിരിക്കുന്ന കുട്ടികളുടെ പേര് പോലും കേൾക്കില്ല. സാർക്ക് അറിയാമോ? അറിയത്തില്ല സർ. ഐ എം നോട്ട് എക്സാജറേറ്റിംഗ്, ദിസ് ഇസ് ട്രൂത്ത്. ഇവരൊക്കെ എന്ത് മനുഷ്യരാണെന്ന് ഞാൻ ആലോചിച്ച് പോയി. അത്രയ്ക്ക് അവർ സെൽഫ് സെൻറ്റേർഡാണ്. സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കിയിട്ട് പോകും. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ കുട്ടികളുടെ പേരെന്താണ്? പിന്നെ ഏറ്റവും എനിക്ക് അതിശയമായിട്ട് തോന്നിയത് ഈ ജെൻഡർ പ്രശ്നങ്ങൾ അവിടെ ഭയങ്കര. ഒരു കുട്ടി നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ ആ കുട്ടിയുടെ ജെൻഡർ ഏതാണ് അവർ വേഷം കണ്ടിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരു ദിവസം ഞാൻ ഒരു പയ്യൻ്റെ വേഷം ഇട്ട ഒരു പയ്യനെ യു ആസ്ക് ഹിം എന്ന് പറഞ്ഞു സർ. ഉടനെ അവനിട്ട് ഹൗ യു കോൾ മീ എസ് ഹിം, യു ഷുഡ് കോൾ മീ ദേ എന്ന് പറഞ്ഞു എന്നെ വന്ന് ഷൗട്ട് ചെയ്ത്, ദേന്നേ എന്നെ വിളിക്കാവൂ, നീ ഹിം എന്ന് എന്നെ പറയരുത്. നമുക്കിങ്ങനെ അറിയാതൊക്കെ ഭയങ്കര രസമായിരുന്നു. അത് അങ്ങനെ പിള്ളേരൊക്കെ വല്ലാത്തൊരു ചെറിയ സ്കൂളിൽ തന്നെ ടീച്ചേഴ്സ് അവർ പറയുകയാണ്, നിങ്ങളുടെ സെക്സ് ഏതാണെന്ന് നിങ്ങൾ ഫിക്സ് ചെയ്യണം. കുട്ടികൾ ഓവർ ആങ്സൈറ്റി ആണ് ഞാൻ ഏത് സെക്സ് ആണെന്ന് അറിയാനായിട്ട്. അൺനെസസറി ആയിട്ടുള്ള, എനിക്കറിഞ്ഞൂടാ ഇവരൊക്കെ എങ്ങോട്ടാണ് പോകുന്നത്. ടീച്ചറിനോട് മോശമായിട്ടുള്ള ഇടപെടലൊന്നും ഉണ്ടായില്ല? ഇല്ല, മോശം അനുഭവം ഒന്നും ഉണ്ടായില്ല അവിടെ? ഒരു അനുഭവം ഉള്ളത്, എൻ്റെ കൂടെ അടുത്ത റൂമിലുള്ള ഒരു കുട്ടി നടക്കാനായിട്ട്, ഞങ്ങളുടെ ക്യാമ്പസ് വലിയ ക്യാമ്പസാണ് സർ, 6 കിലോമീറ്റർ ഉണ്ട് ഞങ്ങളൊരു ക്യാമ്പസ് കറങ്ങി വരണം. വൈകുന്നേരം ഞാൻ നടക്കാൻ പോകാറുണ്ട്. അന്ന് ആ കുട്ടി നടക്കാൻ പോയപ്പോൾ ഗൺ പോയിന്റിൽ അവളുടെ അടുത്തുണ്ടായിരുന്ന ഒരു $20 വേണ്ടി, അതുകൊണ്ട് നമ്മൾ പുറത്ത് പോയിട്ട് $20 ആരോ ഒരാൾ വന്നിട്ട്, ആ കുട്ടി എൻ്റെ അടുത്ത റൂമിലുള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടി ഭയങ്കര കരച്ചിലും വിളിയൊക്കെ ആയതുകൊണ്ട് ഞാൻ ചോദിച്ചു, പാകിസ്ഥാനി കുട്ടിയാണ്. അപ്പോൾ എന്താണെന്ന് ഞാൻ പോയി ചോദിച്ചപ്പോഴാണ് പറയുന്നത്, ഇങ്ങനെ ഗൺ പോയിന്റിൽ അല്ലെങ്കിൽ എന്നെ ഷൂട്ട് ചെയ്ത് കളയുമായിരുന്നു. ഭാഗ്യത്തിന് എൻ്റെ അടുത്ത് ഒരു $20 ഉണ്ടായിരുന്നു, അത് ആ പേഴ്സോടെ എടുത്തോണ്ട് പോയി. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു സേഫ്റ്റി ഇല്ല സർ. അതുപോലെ തന്നെ കാറ്, നമ്മുടെ ഒരു മലയാളി അഖില നായർ എന്ന് പറഞ്ഞ ഒരു കുട്ടി കോൺസുലേറ്റിൽ വർക്ക് ചെയ്യുന്നത്, അവരൊരു ദിവസം വിചേച്ചി ഞാൻ വീട്ടിൽ വരാമെന്ന് പറഞ്ഞു. ഞാൻ ഒറ്റയ്ക്ക് അവിടെ താമസിക്കാം, അപ്പോൾ ഇടയ്ക്ക് വീക്കെൻഡിൽ വരാമെന്ന്. ഞാൻ അവൾക്ക് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തപ്പോൾ 1 മണിക്ക് വരാമെന്ന് പറഞ്ഞ ആളെ കണ്ടില്ല. ഞാൻ ഫോൺ ചെയ്തു, എന്തായി എന്ന് ചോദിച്ചപ്പോൾ പുതിയ കാറ് കഴിഞ്ഞ മാസം വാങ്ങിച്ചതാണ് ആ കാറ്. അവർ ഇറങ്ങി വന്ന് എൻ്റെ വീട്ടിൽ വരാൻ വണ്ടി കയറിയപ്പോൾ 4 ടയറും ഊരിക്കൊണ്ട് പോയേക്കുന്നു മിനിറ്റുകൾക്കകത്ത്. അതുകൊണ്ട് അത് വലിയ പ്രശ്നമായി. 1 മാസം കഴിഞ്ഞ് അവളെല്ലാം ചെയ്ത് കയ്യിൽ കുറേ കാശൊക്കെ പോയി. രണ്ടാമത്
പാർക്ക് ചെയ്തിട്ട് വീട്ടിൽ പോയിട്ട് തിരിച്ച് വന്നപ്പോൾ അതേപോലെ ആ 4 ടയർ എടുത്തോണ്ട് പോയി. 4 സർവ്വസാധാരണ ഞങ്ങളുടെ അവിടെ പാർക്കിംഗ് ലോട്ടിലൊക്കെ അപ്പം വന്ന് ടോ ചെയ്തിട്ട് പോവാം. എന്താ വെച്ചാൽ ടയർ മാഫിയ എന്ന് പറയുന്നത് അവിടെ വലിയ ബുദ്ധിമുട്ട്. ഈ മലയാളി കമ്മ്യൂണിറ്റിയിലെ ബന്ധം എന്തായിരുന്നു അവിടുത്തെ? അവിടെയുള്ള കുറേ മലയാളികളുണ്ട്. നല്ലൊരു ഗുരുവായൂർ അമ്പലം ഞാൻ പോയിട്ടുണ്ട്, ക്ഷേത്രമുണ്ട്. ഞാൻ അവിടെ പൊങ്കാല, ഞാൻ ചെല്ലുമ്പോൾ അവിടെ പൊങ്കാലയാണ്. 500 പേരുണ്ടായിരുന്നു സ്ത്രീകൾ. നമ്മുടെ നടി ദിവ്യ ഉണ്ണി, ദിവ്യ ഉണ്ണിയൊക്കെ അവിടെ ഹോസ്റ്റലില്ല, അവരെല്ലാം ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ചെറിയ പ്രസംഗമൊക്കെ പറഞ്ഞു. എന്നിട്ട് അവിടെ ഞാൻ പോകുമായിരുന്നു, എപ്പോഴും പോകുമായിരുന്നു. അതുപോലെ അവിടെ ഒരു മധുര മീനാക്ഷി അമ്മൻ ടെമ്പിളിൻ്റെ ഒരു മിനിയേച്ചർ ടെമ്പിളും ഉണ്ട് അവിടെ. ഒത്തിരി പ്രോഗ്രാംസ് അവർ അറേഞ്ച് ചെയ്യാറുണ്ട്. ഇവിടെ നിന്ന് ആൾക്കാരെയൊക്കെ കൊണ്ടുപോയി തമിഴ് മലയാളം പോകാൻ. അതെ അതെ അതെ, മലയാളത്തിലും എന്നെ വിളിക്കുമായിരുന്നു. കുട്ടികൾക്കൊക്കെ ക്ലാസ് എടുക്കാനും അവരെ തമിഴിലായിരുന്നു. അവർക്ക് എന്നെ അറിയാവുള്ളൂ. അതെ, അവിടെ ഒരുപാട് അതെ. അതുകൊണ്ട് അവിടെ എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുമായിരുന്നു. തമിഴ് ലുക്കും ഉണ്ട് നേച്ചറലി. അപ്പോൾ അവിടുത്തെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിരുന്നു. അതെ 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 അതെ, അവിടുത്തെ എല്ലാ കാര്യങ്ങൾക്കും പോകുമായിരുന്നു. അവിടെ ഒരുപാട് സ്കൂളുകളുണ്ട് സാർ തമിഴ് കുട്ടികളുടെ. മലയാളം സ്കൂൾ ഒന്നാണ് ഞാൻ കണ്ടിട്ടുള്ളത് അവിടെ ഹ്യൂസ്റ്റണിൽ. ഈ ഗുരുവായൂർ അമ്പലം അടുത്തായിട്ട് അവർ എല്ലാ ശനിയാഴ്ചകളും നടത്തുന്നുണ്ട്. തമിഴിൽ ഏകദേശം ഒരു 16 സ്കൂളുണ്ട്. അപ്പോൾ അതിലൊക്കെ ഞാൻ പോകാറുണ്ടായിരുന്നു. ടീച്ചറിന് വേറെ എന്താ അനുഭവം നമുക്ക് പങ്കുവയ്ക്കാനുള്ള? അല്ല സാർ, എനിക്ക് ഈ പങ്കുവയ്ക്കാനുള്ളത് ഇന്നത്തെ ഇവിടുത്തെ യങ്സ്റ്റേഴ്സ് ഉണ്ടല്ലോ, എല്ലാവരും എന്താ പറയുക, ഒരു ഡ്രഗിനൊക്കെ അടിമപ്പെട്ട് പോയ ഒരു മാനസികാവസ്ഥ. അപ്പോൾ എനിക്ക് എപ്പോഴും അതിനെ എങ്ങനെ ഡീൽ ചെയ്യണം എന്ന് പലപ്പോഴും ഈ പൊളിറ്റീഷ്യൻസിന് പോലും അറിയാത്തൊരു അവസ്ഥയുണ്ട് സാർ. എനിക്കറിയാവുന്ന ഒരുപാട് ഈ ദുബായിൽ ജോലി ചെയ്യുന്ന അച്ഛന്മാർ, ജോലി ചെയ്യുന്ന അമ്മമാർ മാത്രം ഇവിടെയുള്ള ആൺകുട്ടികൾ ഉള്ളവരുണ്ട് സാർ. അവരുടെ കാര്യം വളരെ കഷ്ടമാണ്. പുതിയ ഗവൺമെൻറ്റൊക്കെ വരുന്നത് അവരിതിനൊക്കെ ഒന്ന് ഡീൽ ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. സാറൊന്ന് ആലോചിച്ച് നോക്കണം, അമ്മയ്ക്ക് ഒരു പരിധി കൂടുതലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. മക്കൾ, പ്രത്യേകിച്ച് ആൺകുട്ടികൾ വലുതായാൽ അവരുടെ ബന്ധുക്കൾക്കൊന്നും അധികം ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അപ്പോൾ ഇവരെയാണ് സാർ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ. അത് 1, 2 അല്ല, നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് നോക്കുവാണെങ്കിൽ ലക്ഷക്കണക്കിൽ കുട്ടികൾ അങ്ങനെ എനിക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ സാർ, അതിനെ ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു ലൈഫ് ലൈൻ പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചിട്ട് അവരെ കൊണ്ടുപോയി ഒരു പേടി ആ കുട്ടികൾക്ക് വേണം സാർ. ആ കുട്ടികൾക്ക് ഒരു പേടി ഉണ്ടാവണം. എനിക്കിത് ഞാൻ പ്രശ്നം ഉണ്ടാക്കിയാൽ എന്നെ ഡീൽ ചെയ്യാനൊരു സംവിധാനം എന്താ പറയുക നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ട് എന്ന് വിചാരിക്കാനുള്ള ഒരു പേടിയുള്ള ഒരു സംവിധാനം വേണം സാർ. പിന്നെ ഒരു രസകരമായിട്ടുള്ള ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത് സാർ, നമ്മളിവിടെ ഇവിടെയുള്ള സൈക്കാട്രിസ്റ്റുകളൊക്കെ എന്നോട് ക്ഷമിക്കണം, നമ്മുടെ ഈ സൈക്കോളജി പഠിപ്പിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, ആ സൈക്കോളജി എല്ലാം നമ്മൾ വെസ്റ്റേൺ സൈക്കോളജിയാണ് പഠിപ്പിക്കുന്നത്. കൊച്ചു കുട്ടികൾ തെറ്റ് ചെയ്താൽ അവരെ അടിക്കരുത്, അവരെ പറഞ്ഞ് മനസ്സിലാക്കണം, അവരെന്തെങ്കിലും വാശി പിടിച്ചാൽ അങ്ങനെ ചെയ്യണം സാർ. അതൊക്കെ തെറ്റായിട്ടുള്ള സൈക്കോളജിയാണ്. അവരെ ജീവിതത്തിൽ തോറ്റവരാണ് അവരുടെ സൈക്കോളജി കൊണ്ട്. അവരെല്ലാം ഇപ്പോൾ ഇങ്ങോട്ടുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. കുട്ടികൾക്ക് അടി കൊടുത്ത് തന്നെ വളർത്തണം. ഞാൻ ഈ പറയുമ്പോൾ എല്ലാവരും എന്നോട് ദേഷ്യപ്പെടുമായിരിക്കും. സാർക്കറിയാലോ, സാറൊക്കെ ചെറുപ്പത്തിൽ അടി മേടിച്ചിട്ടില്ലേ? തീർച്ചയായിട്ടും. എത്ര അടിയാണ് മേടിച്ചത്? വീട്ടിൽ നിന്ന് എത്ര അടി. ഞാനൊക്കെ ഒരു പെൺകുട്ടിക്ക് ഏറ്റവും കൂടുതൽ അടി വാങ്ങിച്ച് പഠിച്ചതാണ്. എന്താ വെച്ചാൽ തെറ്റുകൾ വന്നാൽ പിള്ളേർ പേടിച്ച് തന്നെ വളരണം സാർ. എന്നെ ക്ലാസ്സിൽ വെച്ച് അടിക്കുന്ന ഒരുത്തൻ ഈ വീട്ടിൽ ഒന്നും പറയാൻ ധൈര്യമില്ല. ഷാവൻ ചെന്ന് അവൻ്റെ വീട്ടിൽ ചെന്ന് പറഞ്ഞു, അവൻ്റെ അപ്പൻ അവനെ കൂട്ടി വന്നു. പിന്നെ എനിക്ക് അതുകൊണ്ട് സാർ മോശമായോ? സാർ സ്ട്രെസ്സായോ? സാർ ആത്മഹത്യ ചെയ്യോ? ഇന്ന് കുട്ടികൾക്ക് സാർ ഒരു ചെറിയ ഫോൺ വാങ്ങിച്ചെന്നില്ല എന്ന് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യാണ്. ഒരു വീഡിയോ ഉണ്ട് കഴിഞ്ഞ ദിവസം, ഒരു ചെറുക്കൻ 8 വയസ്സുകാരൻ 10 വയസ്സുള്ള കുട്ടി ഫോണിന് വേണ്ടിയിട്ട് മുകളിൽ ചാടാൻ. സാർ ഇത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് നിങ്ങൾ കൗൺസിലിങ്ങിന് കൊണ്ടുപോകുന്ന ആ കൗൺസിലിങ് അച്ഛനമ്മയ്ക്കാണ് കൗൺസിൽ ചെയ്യുന്നത്. നിങ്ങൾ അവരെ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുതെന്ന്. നല്ല അടി കൊടുത്ത് വളർത്തണം സാർ. എന്നാണോ ടീച്ചേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ആ വടി എടുത്ത് മാറ്റിയത് അന്നത്തോടെ കൂടി പഠിക്കുന്ന കുട്ടികൾ നശിച്ചു പോയി. ടീച്ചർ കുട്ടികളെ തല്ലാറുണ്ടോ? ഇല്ല. എൻ്റെ കുട്ടികളെയോ ഞാൻ തല്ലാറില്ല, പക്ഷേ എൻ്റെ ഹസ്ബൻഡ് പിള്ളേരെ നല്ല അടി കൊടുത്താൽ വളർത്തിയത്. അത് 2 ആൺകുട്ടികളാണ്. അതായത് ഈ വിദ്യാർത്ഥികൾ
ടീച്ചറോട് നല്ല അടുപ്പാണോ? ഞാൻ ഭയങ്കര അടുപ്പാണ്. അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അടിക്കാന്ന് പറഞ്ഞാൽ ഞാൻ നുള്ളി തരുവേ എന്നൊക്കെ പറഞ്ഞ് അടുത്ത് പോകുമ്പോഴേ ഓടിക്കളയും. ഞാൻ തലയിൽ കൊട്ടിത്തരുവേ എന്നൊക്കെ പറയും. അതൊക്കെ ഒരു സ്നേഹം കൊണ്ട് പറയുന്നതാണ്, അല്ലാതെ അത് ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടല്ല. പക്ഷേ ഒരു പേടി വേണം സാർ. പേടിച്ച് തന്നെ തെറ്റുകൾ കണ്ടാൽ പേടിച്ച് അത് ശിക്ഷിക്കും എന്നുള്ളൊരു പേടിയോടെ തന്നെ വളർത്തണം. ഇന്ന് ഇവർ പറയുന്ന ഈ കുറേ ട്രോമ, കുറേ സ്ട്രെസ്സ്, ഈ വാക്കുകളൊക്കെ തന്നെ പിള്ളേരെ പിന്നെയും ഓക്കെ എനിക്ക് ഈ സമയം ഇപ്പം ഞാൻ സ്ട്രെസ് ആവേണ്ട സമയമാണ് എന്ന് പിള്ളേർ സ്വയം വിചാരിക്കുകയാണ്. അത് എനിക്ക് ഇനി വളരെ മരുന്ന് കഴിക്കുന്നവരുണ്ട് പലരും. ഈ ശരിക്കും പറഞ്ഞാൽ അവനവനെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് പലരും പെട്ടെന്ന് ഡിപ്രഷൻ. അത് എന്താ കാര്യം എന്നറിയാമോ സാർ? സാർ പഠിച്ചു കാണുമല്ലോ, അമേരിക്കയിലെ ഈ കുടിയേറ്റക്കാർ പോയപ്പോഴേ അവിടെയുള്ള റെഡ് ഇന്ത്യൻസിനെ ഒതുക്കാനായിട്ട് അവർ ചെയ്തത് എന്താണെന്നറിയാമോ? അവർക്ക് ഒരു ജോലിയില്ലാതെ വൻ തുക പെൻഷൻ കൊടുത്തു. അപ്പം അവരുടെ അവസ്ഥ എന്താണ്? ഒരുപാട് സുഖസൗകര്യങ്ങളുണ്ട്, പൈസ ഇഷ്ടം പോലെ ഉണ്ട്. അവർ തമ്മിലടിച്ച് അസുഖം പിടിപ്പിച്ച് നശിച്ച് നാമാവിശേഷമായിപ്പോയി. ഇന്ന് പേരിന് പോലും ഇല്ല അവർ. അതുപോലെയാണ് ഇന്ന് കുട്ടികൾക്കും സാർ അധികം നമ്മൾ സൗകര്യങ്ങൾ കൊടുത്തിട്ട് അവരുടെ എനർജി ലെവൽ ഒരുപാടാണ്. അവർ അതിനെ ഡീൽ ചെയ്യുന്ന ഒരു പരിപാടിയും ഗവൺമെൻറ് ഭാഗത്തും ഇല്ല, സ്കൂളുകളുടെ ഭാഗത്തും ഇല്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? അവർക്ക് ഇനി അടുത്ത് എന്തെങ്കിലും വേണം, ഒരു രസം വേണം എന്ന് പറഞ്ഞ് പോവുകയാണ്. അപ്പം നമ്മൾ യഥാർത്ഥത്തിൽ അതിൻ്റെ കോറായിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ ഡീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഈ ടീച്ചറിൻ്റെ ഒരു കുറേ പുസ്തകം 25 പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. എന്തൊക്കെ ഏത് തരത്തിൽ നോവൽ എത്ര എണ്ണം ഉണ്ട്? 3 നോവൽ എഴുതിയിട്ടുണ്ട്. അത് ഇതിലൊരു നോവൽ ഞാൻ മലയാളത്തിൽ പറഞ്ഞില്ലേ സാർ, കാറ്റ് പോലെ എന്നാണ്. പിന്നെ പണ്ണാടിച്ചി എന്നും പറഞ്ഞൊരു നോവല്, തമിഴിലെ ഒരു നോവല്. പിന്നെ നോവ എൻ്റെ മോനെ എന്നും പറഞ്ഞൊരു നോവല്. അത് തമിഴ് മലയാളവും അതെ, രണ്ടും ഉണ്ട്. അതല്ലാതെ കുറേ കവിതകൾ ഞാൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഞാൻ രാവിലെ 3 മണിക്ക് എണീക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ സമയത്തിരുന്ന് എഴുതും. കവിതയൊക്കെ വരും. എഴുതണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് എഴുതിയില്ലെങ്കിൽ ഒരു വെപ്രാളാണ്. അത് ഇരുന്ന് എഴുതും. അപ്പം ഞാൻ എഴുതാൻ വേണ്ടിയിട്ട് ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ടിട്ടുണ്ട്. യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഒരു ടീച്ചേഴ്സ് ഹോസ്റ്റലിൽ ഒരു അപ്പാർട്ട്മെൻറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ പോകുമ്പോൾ ഒരു ശല്യമില്ലാതെ ഒറ്റയ്ക്കിരുന്ന് വീട്ടിൽ നിന്ന് ലീവ് എടുത്തിട്ട് ഒരു 4-5 ദിവസം അവിടെ പോയിരുന്ന് എഴുതും. ഹസ്ബൻഡും പിള്ളേരൊക്കെ സഹകരിക്കും? അവരൊക്കെ സഹകരിക്കും, അവർക്കറിയാം. അല്ല, അപ്പോൾ ഒരു കവിത എഴുതുന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു ഫീൽ ഉണ്ടായി, നമ്മുടെ മനസ്സിലുണ്ടായി, നമ്മൾ അതങ്ങ് എഴുതി തീർക്കുന്നു. കഥയാണെങ്കിൽ നമ്മൾ ചെറിയ രൂപം കൊടുക്കുന്നു, നമുക്ക് എഴുതി തീർക്കാം. ഈ നോവൽ എങ്ങനെയാണ് നമ്മളിത് കൊണ്ടുപോകുന്നത്? സാർ, ഈ നോവൽ മനസ്സിൽ കുറേ ദിവസം നമ്മൾ അതിനെ ഒരു സ്ട്രക്ചർ ചെയ്യും, പിന്നെ കുറച്ച് ദിവസം ഇരുന്ന് മെനക്കെട്ടിരുന്ന് എഴുതും. നമ്മളത് മനസ്സിൽ ഫിനിഷ് ചെയ്തിട്ടാണ് എഴുതി തുടങ്ങുന്നത് അതോ ഇടയ്ക്ക് ശേഷമാണോ? അല്ല, ഇടയ്ക്കുള്ള ചെറിയ ഇംപ്രവൈസേഷൻസ് കൺക്ലൂഷനൊക്കെ ആദ്യം മനസ്സിൽ തന്നെ പ്ലോട്ട് ചെയ്തിട്ടാണ് എഴുതി തുടങ്ങുന്നത്. എങ്ങനെ നോവൽ എങ്ങനെ മനസ്സിൽ? എനിക്ക് അടുത്താണ് ചോദിച്ചാൽ, കഥയൊക്കെ എനിക്ക് മനസ്സിലാൻ പറ്റും. എൻ്റെ മനസ്സിൽ പണ്ട് കഥയും കവിതയും അതേപോലെ കഥയുടെ ഒരു എക്സ്റ്റൻഷൻ അല്ലേ നോവല്. ആദ്യം തന്നെ നമുക്ക് അത് കഥയുടെ ഓൺലൈൻ സ്റ്റോറി നമ്മുടെ മനസ്സിൽ വരും. അത് എങ്ങനെയൊക്കെ നമ്മൾ അത് പാർട്ട് ചെയ്യണം എന്ന് മനസ്സിൽ തന്നെ ചിന്തിക്കും. അത് കഴിഞ്ഞിട്ട് അത് നമ്മൾ എഴുതി തുടങ്ങുമ്പോൾ അതിൻ്റെ ചാപ്റ്ററുകളൊക്കെ വരുമ്പോൾ നമ്മൾ കുറേയും കൂടി ആഡ് ചെയ്ത് പോകും. എന്താ പറയുന്നത് വെച്ചാൽ ഒരു രൂപം കൊടുക്കുന്നുണ്ടോ, ഒരു രൂപരേഖ ഉണ്ടാക്കുന്നുണ്ടല്ലോ? അതെ. അതിനെന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടാവോ? ജീവിതത്തിലെ ഇൻസിഡന്റ് ആണോ? സാർ, അത് ചിലതൊക്കെ ചില കാഴ്ച കാണുന്നു. ഉദാഹരണത്തിന് അട്ടപ്പാടി ചെന്ന് കാണുന്നു, അതൊരു നോവലിന്റെ ഒരു കഥയുടെ ഒരു അങ്ങനെയാണോ വരുന്നത്? അതെ, നമുക്ക് ജീവിതത്തിൽ അത് വലിയ ഒരു ഈവൻറ്റ് വേണം എന്നില്ല സാർ. ഇപ്പം ഞാൻ പണ്ണടിച്ചി എന്ന് പറഞ്ഞ കഥയൊക്കെ ആണെങ്കിൽ ഒരു ദിവസം എൻ്റെ അച്ഛൻ പറഞ്ഞ ഒരു ഓൺലൈൻ സ്റ്റോറിയാണ്. ആ ഒരു ഓൺലൈൻ സ്റ്റോറി കുറേ കാലം എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടന്നു. അപ്പം ഞാൻ അമേരിക്കയിൽ പോയപ്പോൾ ഒരുപാട് സമയം എനിക്കുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിരുന്ന് ഒരു 300 പേജുള്ളൊരു നോവലായിട്ട് എഴുതി. അതിനെ ചുറ്റിപ്പറ്റി കുറേ കാര്യങ്ങളൊക്കെ വെച്ച്. ടീച്ചറിൻ്റെ ഡിക്ഷണറിയെ കുറിച്ച് പറയാം. ഇത് തമിഴ് മലയാളം ഡിക്ഷണറിയാണ്. ഇതൊരു പ്രോജക്റ്റായിട്ട് ഞാൻ യൂണിവേഴ്സിറ്റിയിൽ കൊടുത്തതാണ്. അങ്ങോട്ട് കൊടുത്തു? അതെ. കേരളത്തിൽ തമിഴ് മലയാളം ഡിക്ഷണറി ഇല്ല. കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിലും ഇല്ല. അപ്പോൾ ഞാൻ 2015 ഈ പ്രോജക്റ്റ് കൊടുത്തു. അന്നത്തെ സിൻഡിക്കേറ്റ് അത് അംഗീകരിച്ച് കുറച്ച് പൈസ തന്നു. അതിനുശേഷം പൈസയൊക്കെ നിർത്തി. ഒത്തിരി എൻ്റെ സ്വന്തം അധ്വാനത്തിൽ രാവിലെ എണീറ്റിരുന്ന് എഴുതുമായിരുന്നു. 1700 പേജുള്ള വലിയൊരു ഡിക്ഷണറിയാണ്. ഇതെങ്ങനെ ഇങ്ങനെ സാധനം ഉണ്ടാക്കിയെടുത്തേ? തമിഴ് വാക്കുകളെല്ലാം തന്നെ എടുത്തോ? ഉണ്ട്, ഓൾമോസ്റ്റ് എല്ലാ പദവും ഉണ്ട്. ഏകദേശം 40,000 വാക്കുകളുണ്ട്. അതിൻ്റെ മലയാളം ഈക്വലുണ്ട്. അത് എങ്ങനെയാണ് നമ്മൾ പറയുന്നതെന്ന് ഒന്ന് എങ്ങനെ? അത് അതിൻ്റെ പ്രൊനൗൺസിയേഷൻ ഇപ്പം തമിഴിലാണ് അത് എഴുതിയിരിക്കുന്നത്. അതിന് ഇപ്പം സാർക്ക് ഇത് തമിഴിൽ വായിക്കാൻ അറിയത്തില്ലല്ലോ. ഇപ്പം ഞാൻ പറയാം, എരിവണം എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്.
എരിവണം എന്ന് പറഞ്ഞാൽ സാർക്കത് എന്താ പറയുക അതിൻ്റെ ലെറ്റേഴ്സ് അറിയാത്തത് കൊണ്ട് മലയാളത്തിൽ എരിവണം എന്ന് ഞാൻ ട്രാൻസ്ലിട്രേഷൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ചുടുകാട് എന്ന് പറഞ്ഞ് അതിൻ്റെ അർത്ഥം എഴുതിയിട്ടുണ്ട്. അത് വെർബാണോ നൗണാണോ എന്ന് എഴുതിയിട്ടുണ്ട്. അത്രയും പോകും. അതായത് തമിഴ്നാട്ടിൽ ഒരു തമിഴ് വാക്ക് അതിൻ്റെ ഉച്ചാരണം അതിൻ്റെ യൂസേജും ഉണ്ട്, ചില സെൻറ്റൻസസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗം വരുന്നത് മലയാളികൾക്കാണ്. തമിഴ് വാക്കുകളെ എന്താണ് അതിൻ്റെ അർത്ഥം എന്നൊക്കെ പറയാം. അപ്പോൾ ഇത് ഒരുപാട് ഡിമാൻഡുണ്ട്. എനിക്ക് തന്നെ ഒരു 50 മെയിൽ വന്നിട്ടുണ്ട് ഈ പുസ്തകം വന്നോ. ഗവർണറാണ്, അന്നത്തെ ഗവർണറാണ് ഇത് ചെയ്തത് സാർ, റിലീസ് ചെയ്തത്. പക്ഷേ അതാണ്ട അദ്ദേഹമാണ് റിലീസ് ചെയ്തത്. അപ്പം തന്നെ ഞാൻ യൂണിവേഴ്സിറ്റിക്ക് അത് കൊടുക്കുകയും ചെയ്തു. പക്ഷേ യൂണിവേഴ്സിറ്റി നാളിതുവരെ അതൊക്കെ എനിക്ക് വലിയ പ്രിന്റ് ചെയ്ത് കൊടുത്തോ? അല്ല, ഇത് ഞാൻ ആദ്യം മുഴുവൻ സ്ക്രിപ്റ്റ് കൊടുത്തു. ഇത് ഞാൻ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 5-6 കോപ്പി. യൂണിവേഴ്സിറ്റി ആണോ? ഇല്ല, ഞാൻ പുറത്ത് കൊടുത്ത് എൻ്റെ കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് പ്രിന്റ് ചെയ്തു. ഒരു 10 കോപ്പി എന്തോ എടുത്തു. അത് പ്രിന്റ് ചെയ്തു. പക്ഷേ യൂണിവേഴ്സിറ്റി പ്രിന്റ് ചെയ്തിട്ടില്ല. വേറെ ഒന്നുമല്ല സാർ, അത് ഒരു വെഞ്ചിയൻസിൻ്റെ പേര്, ഇന്ന ആളുടെ ഡിക്ഷണറി വരണ്ട. ഇതൊരു മൈൽ സ്റ്റോൺ വർക്കാണ്. അത് ഈ ഒരു വർക്ക് അവിടെയുള്ള ഒരു മലയാളം ലെക്സിക്കൻ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അവർ ചെയ്യണമെങ്കിൽ 23 സബ് എഡിറ്റേഴ്സ് ഉണ്ട്. 5 വർഷം കൊണ്ടാണ് ചെയ്യുന്നത്. 5 കോടി രൂപ ചിലവിലാണ് ഒരു വോള്യൂം ഇറക്കുന്നത്. ഒരാൾ ചെയ്ത വർക്കിനെ അവർ ചെയ്യാത്ത എനിക്ക് ഭയങ്കര മാനസികമായിട്ട് ഭയങ്കര വിഷമം. ഗവർണർക്ക് ഒരു പരാതി കൊടുക്കാൻ പറ്റില്ല, ചാൻസലർക്ക്? സാർ, നമുക്ക് ഒരു പരുവാകുമ്പോഴേ സാർ പരാതി എന്ന് പറഞ്ഞ് അങ്ങനെ തോന്നൂല്ലേ? ഇടയ്ക്ക് വളരെ രസകരമായിട്ടുള്ളൊരു അനുഭവം വന്നത്, ഒരു പ്രാവശ്യം ഞാൻ ചെന്നൈയിൽ പോയി സാർ, മോൻ്റെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഇപ്പോൾ ട്രെയിനിൽ നമ്മൾ സാധാരണ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോഴേ ഞാൻ ഇവിടുന്ന് ചെന്നൈ പോകാം ട്രെയിൻ ചോദിച്ചപ്പോൾ അവർ തന്നെ ഓപ്ഷൻ തരും, നമ്മൾ ടൈം അനുസരിച്ച് ചെയ്യും. തിരിച്ച് വരുമ്പോൾ ചെയ്യാനും അതേപോലെ കുറേ ഓപ്ഷൻസ് കാണിച്ചു. ഞാൻ അതിലൊരു ട്രെയിൻ എനിക്ക് കൺവീനിയൻറ്റ് ടൈം ചെയ്തു. പക്ഷെ ഞാൻ അവിടെ താമ്പരം സ്റ്റേഷനിൽ പോയപ്പോഴാണ് മനസ്സിലായത് അതുവഴിയേ വരാത്തൊരു ട്രെയിനായിരുന്നു. ഞാൻ ചോദിച്ചു ഇതെന്ത് പണിയാണ് റെയിൽവേയിൽ കാണിച്ചത്. പിന്നെ ഞാൻ ഇവിടെ ഒന്ന് കൺസ്യൂമർ കോടതിയിൽ ഒരു കേസ് കൊടുത്ത്, നിങ്ങളല്ലേ എനിക്ക് ഓപ്ഷൻ തന്നത്, അപ്പം നിങ്ങൾ എനിക്ക് കറക്റ്റ് ട്രെയിൻ അല്ലാതെ എന്തിനാ വേറെ ട്രെയിൻ തന്നെയാണ് കൊണ്ട് കേസ് കൊടുത്ത്. അപ്പോൾ കേസ് കൊടുത്തതിന് ശേഷമാണ് സാർ ഇപ്പം അങ്ങനെ ചെയ്യുവാണെങ്കിൽ അത് കൃത്യമായിട്ട് ഒരു ചോദ്യം ചോദിക്കും, യു ആർ സെർച്ചിങ് ഫോർ ദിസ് ഡെസ്റ്റിനേഷൻ ബട്ട് യു ആർ സെലക്ടിങ് ദിസ് ഡെസ്റ്റിനേഷൻ, ആർ യു ഓക്കെ വിത്ത് ദാറ്റ് എന്ന് ചോദിക്കും. അപ്പോൾ എനിക്ക് ഇതുവരെ അതിൻ്റെ വിധി വന്നിട്ടില്ല. പക്ഷേ ഇങ്ങനൊരു സാധനം വന്നതുകൊണ്ട് എനിക്ക് പറ്റിയ അബദ്ധം ഇനി എത്രയോ പേർക്ക് പറ്റാതിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പരാതിപ്പെടാം സാർ. തിരുവനന്തപുരം കൺസ്യൂമർ, അതിപ്പോൾ ഞാൻ ഏതാണ്ട് 5 വർഷമായി. വിധി വന്നിട്ടില്ല. അത് എല്ലാ വാദമൊക്കെ കേട്ടിട്ട് വിധിക്ക് വെച്ചിട്ട് 2 വർഷമായി. ഈ കൺസ്യൂമർ കോടതിയിലൊക്കെ കേസ് വിധി പെട്ടെന്ന് വരേണ്ടതാണ്. ഞാൻ ഒരു AC ഞങ്ങളുടെ ഓഫീസിലേക്ക് ആഡായിട്ട് കോടതി അലക്ഷ്യം എന്ന് പറഞ്ഞ് എന്നെ വല്ലതും പറഞ്ഞാലോ പേടിയാ. കോടതി അല്ല, സ്കാൻഡലൈസ് ഒന്നും സംസാരിക്കണ്ട. ഇല്ല സാർ, ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ എനിക്ക് ഐ എം സോ ഹാപ്പി ദാറ്റ് അറ്റ്ലീസ്റ്റ് ഇങ്ങനെ ഒരു സാധനം IRCT കൊടുക്കുന്നുണ്ടല്ലോ. അവർക്കൊരു വേറെ വല്ല കേസും കൊടുത്തിട്ടുണ്ടോ ടീച്ചർ? സാർക്ക് രസകരമായിട്ട് തോന്നുന്നു. അല്ല സാർ, എനിക്ക് നമ്മുടെ മുമ്പിൽ ഒരു തെറ്റ് കാണുമ്പോഴേ സാർ അതെങ്ങനെയും പോട്ട് എന്ന് എനിക്ക് പറ്റില്ല. എൻ്റെ ഒരു എന്താ പറയുക, ഒരു മോറൽ ആങ്കർ ഉണ്ടല്ലോ, അത് സഹിക്കാൻ പറ്റത്തില്ല. ഞാൻ കുറച്ച് മുമ്പ് സാറിൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്നത്തെ യങ്സ്റ്റേഴ്സ് ഉണ്ടല്ലോ സാർ, ഈ ലേബർ എന്നൊക്കെ പറഞ്ഞ് നമ്മളൊക്കെ ചെറുപ്പത്തിലേ നമുക്കൊക്കെ സമയം ഉണ്ടായിരുന്നു സ്ട്രെസ്സാവാനും ബാക്കി എല്ലാത്തിനും. എത്ര വലിയ പണക്കാരായാലും ജോലികളുണ്ടായിരുന്നു സാർ. എനിക്കൊക്കെ ലീവ് കിട്ടരുതേ എന്നായിരുന്നു പ്രാർത്ഥന. അത്രയ്ക്ക് ജോലിയായിരുന്നു വീട്ടിലെ തോട്ടത്തിലെ പണിയും. നമുക്ക് ആടിനെ തീറ്റാൻ പോകണം, പശുവിനെ സാറൊന്ന് ആലോചിച്ച് നോക്കണേ. വെള്ളം പായ്ച്ചാൻ പോകണം, ഈ തേങ്ങയൊക്കെ പെറുക്കാൻ പോകണം, ഒത്തിരി ഏരിയ ഒക്കെ ഉള്ളത് കൊണ്ട്. അപ്പോൾ അത് എല്ലാവർക്കും അങ്ങനെ പ്രോപ്പർട്ടി വേണമെന്നില്ല, പക്ഷേ എല്ലാവർക്കും എല്ലാ രീതിയിലും ജോലികളുണ്ടായിരുന്നു. ഇന്നത്തെ കുട്ടികൾക്ക് അങ്ങനെയല്ല. എല്ലാം കൊണ്ടുപോയി ടേബിളിൽ വെച്ച് കൊടുക്കുകയാണ്, എല്ലാ സുഖ സൗകര്യങ്ങളും. അവർക്ക് ഇനോർമസ് എനർജി ഉണ്ട് സാർ. അതിന് പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാനായിട്ട് നമ്മളെ ഗവൺമെൻറ് എന്തെങ്കിലും നടപടിയൊക്കെ, അവർക്ക് കുറച്ച് കാശ് കിട്ടണം. കാശ് കിട്ടുന്ന രീതിയിൽ അവരെ കൊണ്ട് അവരുടെ എനർജിയെ പ്രൊഡക്റ്റീവായിട്ട് മാറ്റുവാണെങ്കിൽ ഇന്ന് കളികളില്ല. കുട്ടികൾ എന്ത് ചെയ്യും? ഞാൻ എപ്പോഴും നമ്മൾ ആ കുട്ടികളെ ബ്ലെയിം ചെയ്യുന്നു. പക്ഷേ കുട്ടികൾക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും അവർക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ അവർക്ക് ഒരു ഫിസിക്കലായിട്ട് എന്തെങ്കിലും ചെയ്യണം. അതിന് ഇന്ന് ആൾക്കാർ ചിന്തിക്കുന്നില്ല. ഇനി ഒരു തമാശ പറയുകയാണെങ്കിൽ, നമുക്ക് പണ്ട് ഓണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, എല്ലാവരും ചേർന്ന് കഷ്ടപ്പെട്ട് ഓരോന്നും പ്രിപ്പയർ ചെയ്തിട്ട് അവസാനം ആണ് സദ്യ.
പക്ഷേ ഇന്ന് ഒരു ഓർഡർ ചെയ്താൽ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്താലോ സദ്യ കിട്ടും. അപ്പോൾ അത് എങ്ങനെയാണ് അതിന് എനിക്ക് ഞങ്ങൾക്കൊക്കെ ഓണത്തോടനുബന്ധിച്ച് ഒരുപാട് കളികളുണ്ടായിരുന്നു. ഒരുപാട് കളികൾ, എത്ര കളികളുണ്ടായിരുന്നു. അതിന് ഇപ്പോൾ പിന്നെ വടംവലി ഇപ്പോഴും ഞങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷെ അതൊക്കെ എല്ലായിടത്തൊന്നും ഇല്ല. പക്ഷെ അന്ന് മുന്തോരെ ഞാനൊക്കെ ഓർക്കുന്ന നടന്നു പോകുമായിരുന്നു. നമ്മൾ ഓണം മാത്രമാണ് നമ്മുടെ ഗുരുദേവ ജയന്തി നമുക്ക് വലിയ ആഘോഷമായിരുന്നു. ഇന്ന് കുട്ടികളുടെ സർ കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസിലൊന്നും പങ്കെടുക്കുന്നില്ല. അവരെല്ലാവരും ഒരു ഫോണുണ്ട്, അവരുടെ റൂമുണ്ട്, അവരുടെ ലോകം എന്ന് പറയുന്നത് ഒരു വിർച്വൽ വേൾഡാണ്. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ അഡ്രസ്സ് ചെയ്യണം. സാധാരണ കോളേജുകളിൽ സ്കൂളുകളിലൊക്കെ പോകുമ്പോൾ ഞാൻ അതാണ് പറയുന്നത്, അവരുടെ ആ ഫിസിക്കൽ എനർജിയെ ഒന്നെങ്കിൽ പ്രൊഡക്റ്റീവായിട്ട് മാറ്റാം, അല്ലെങ്കിൽ അത് കളയെങ്കിലും എന്തെങ്കിലും സ്പോർട്സ് പോലെ എന്തെങ്കിലും ചെയ്യാം. ഈ ഡിക്ഷണറിയുടെ കാര്യത്തിൽ ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? അത് സാർ എന്നോടാണോ ചോദിക്കേണ്ടത്? ഞാൻ ഇനി എന്താ പറയുക, എനിക്ക് അറിഞ്ഞൂടാ. ഇനി വരുന്ന ഒരു സിൻഡിക്കേറ്റ് എങ്കിലും ഞാൻ ഇനി കേസ് കൊടുക്കുന്നില്ല സർ. ഇനി വരുന്ന ഗവൺമെൻറ് എങ്കിലും ഇതിനെ ഒരു യഥാർത്ഥത്തിലേ സർ, ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ആയിരക്കണക്കിന് അജണ്ടകൾ കെട്ടിക്കിടക്കുകയാണ് സർ അവിടെ. ഒരേ ഒരു കാര്യം മാത്രമേ എനിക്ക് വിത്ത് ഡ്യൂ റെസ്പെക്റ്റ് പറയാനുള്ളത്, ഓരോരുത്തരും വിചാരിക്കണം വൈ ഐ എം ഹിയർ. ഞാൻ സിൻഡിക്കേറ്റായിട്ട് എന്തിനാണ് വന്നത്? അവരുടെ വ്യക്തിവൈരാഗ്യം, ഈഗോ ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യാനാണോ? അതിന് അല്ലാത്തവരാണെങ്കിൽ അതിന് വരരുത്. അതാണ് എൻ്റെ റിക്വസ്റ്റ്. അല്ല നിങ്ങൾക്ക് ഇത്രയും വൈരാഗ്യം രാഷ്ട്രീയം വളർത്താൻ വേണ്ടിയിട്ടാണോ ഒരു പൊസിഷനിൽ വരേണ്ടത്? എനിക്കറിയാം. ഇപ്പം സിൻഡിക്കേറ്റ് ഒരു അപേക്ഷ കൊടുക്കുക, പുതിയ സിൻഡിക്കേറ്റ് വരുമായിരിക്കും ഇനിയിപ്പോൾ. എനിക്ക് അറിഞ്ഞൂടും സർ. അങ്ങനെ വരുന്നവരെങ്കിലും വിദ്യാഭ്യാസ മന്ത്രിക്ക് ഒന്നും കൊടുക്കും പുതിയത് വരുമ്പോൾ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അങ്ങനെ എന്തെങ്കിലും ചെയ്യണം സർ. ആ വരുന്നവർക്കേ സർ, അവരെന്തിനു വേണ്ടിയാണ് ആ സിൻഡിക്കേറ്റിൽ വരുന്നതെന്നുള്ളൊരു ബോധം ഉണ്ടായിരിക്കണം. പല MLA-മാരെ കുറിച്ച് കളിയാക്കുമല്ലേ, നിയമനിർമ്മാണമാണ് അവരുടെ പ്രധാന ജോലി എന്ന് പോലെ അറിയാത്ത കുറേ MLA-മാരുണ്ടെന്ന് കളിയാക്കി പറയുന്നത് പോലെ ഈ സിൻഡിക്കേറ്റിൽ വരുന്നവർക്ക് എന്തിനു വരുന്നതെന്ന് അറിയാത്ത. ഈ റഹീമിനെ പിന്നീടെല്ലാം കണ്ടിട്ടുണ്ടോ? ഞാൻ ആ സമയത്ത്, ആ കേസ് കൊടുത്ത ആ സമയത്ത് കണ്ടിരുന്നു. അതിനുശേഷം ഞാൻ കണ്ടിട്ടില്ല. കോംപ്രമൈസിന് വല്ലതും വന്നിട്ടുണ്ടോ? ഇല്ല സർ, ആരും വന്നിട്ടില്ല. ഇല്ല. കുറേ കുട്ടികൾ എന്നെ ഇതൊന്ന് വിടുതൽ ചെയ്തു തരണം എന്ന് പറഞ്ഞ് ചോദിച്ച് വന്നിട്ടുള്ളവരുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളത് ആദ്യം ആലോചിക്കണ്ടായിരുന്നോ? പിന്നെ ഏറ്റവും തമാശ എന്താ വെച്ചാൽ, ഇവരുടെ പാർട്ടിക്കകത്ത് തന്നെ റെബൽസ് ഉണ്ടാവുമല്ലോ, അവരെയൊക്കെ ഇവർ തന്നെ ആ നമ്പറായിട്ട് കണ്ടാൽ അറിയാവുന്ന പ്രതി ചേർത്ത്. അങ്ങനെ എനിക്ക് ഉറപ്പായിട്ട് അതിലില്ല എന്നുള്ള കുട്ടികൾ കുറച്ച് പേരെ ഞാൻ ഒഴിവാക്കി കൺസെൻറ്റ് കൊടുത്തിട്ടു. നമ്മൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഇല്ല, അവരുടെ ഭാവി എന്തിനാ തൊല്ലുന്നത്? കുറേ നേരം നിന്ന് കാരണം എല്ലാവരും ഏകദേശം മുഖം ഓർമ്മയുണ്ടായിരുന്നല്ലോ എന്നല്ലേ? ആ സാറ് അത് പക്ഷേ എനിക്ക് അതുകൊണ്ട് ഇപ്പം ഞാൻ കൺസ്യൂമർ കോർട്ടിൽ കേസ് കൊടുത്തെന്ന് പറഞ്ഞ പോലെ അതുകൊണ്ടൊരു ഗുണം ഉണ്ടായത് എന്താണെന്നറിയാം സാർ. അതിനുശേഷം ഇതുപോലെ വന്ന് ഗരാവ് ചെയ്ത് കാര്യം നേടിക്കൊണ്ട് പോകുന്ന ഒരു സംവിധാനം കുറേയൊക്കെ മാറി. അങ്ങനെ ഒരു ഗുണം ഉണ്ടായി എന്നുള്ളത്. എന്തായാലും അദ്ദേഹത്തിന് നേട്ടമായി. അദ്ദേഹം പിന്നീട് MP ആയി, DYFIയുടെ സംസ്ഥാന ദേശീയ പ്രസിഡൻ്റായി ഇപ്പോഴാണെന്ന് തോന്നുന്നു. സാർ എനിക്ക് ഏറ്റവും വിഷമം തോന്നുന്നത്, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലൊക്കെ വർക്ക് ചെയ്യുമ്പോഴേ സാർ, ഒന്നെങ്കിൽ ഒരു അവരവർക്കായിട്ട് ഒരു മോറൽ വേണ്ടേ സാർ. ഇല്ലാത്തവരെ പ്രൊമോഷൻ കിട്ടത്തുള്ളൂ. മോറലുള്ളവർക്ക് പ്രൊമോഷൻ അല്ല, അവർക്കൊരു വിഷൻ വേണം, അവർക്ക് അതിനുള്ള എലിജിബിലിറ്റി വേണം. സ്വയം പരിഹാസിതരാകുന്നത് എന്തു മോശമാണ് സാർ. പിന്നീട് SFI പിള്ളേരുടെ ശല്യമൊന്നുമില്ല അല്ലേ? ഇല്ല, അതിനുശേഷം എനിക്ക് യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റിലും അവരുടെ ലെഫ്റ്റ് സംഘടനകളുടെയും ബുദ്ധിമുട്ട്. എൻ്റെ ഒരു ഫയൽ പോയാൽ അത് അപ്പോഴേ എടുത്ത് മാറ്റി വയ്ക്കും. ഒന്നും ഇതുവരെ ഒരു കാര്യം നടക്കാൻ സമ്മതിച്ചിട്ടില്ല സാർ. എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ പോയിട്ട് 9 മാസമായി, ഇതുവരെ അത് അതേപടി കിടക്കാൻ. PhD പിള്ളേർ അത് രജിസ്ട്രേഷൻ പോലും ശരിയായിട്ടില്ല. എന്നെ പരിഹാരം ഇതിനൊക്കെ എനിക്കറിഞ്ഞൂടാ സാർ. നമ്മളെല്ലാവരും പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നത് കൊണ്ട് ഇനിയെങ്കിലും ഇതൊക്കെ മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഹസ്ബൻഡ് ശ്യാംകുമാർ നിയമവകുപ്പിലാണ് സാർ, ഗവൺമെൻറ് സെക്രട്ടറിയായിട്ടുള്ള നിയമവകുപ്പിലായിട്ടുള്ള. 2 കുട്ടികളാണ്. ഒരാൾ ബാംഗ്ലൂരിൽ, ആൾ ഒരു സ്റ്റാർട്ടപ്പൊക്കെ, ഒരു ബ്രാൻഡിങ് ആൻഡ് മാർക്കറ്റിംഗ്. ഇളയാൾ ഇവിടെ ജെയിൻ യൂണിവേഴ്സിറ്റി കൊച്ചി BBA പഠിക്കുന്നു. എവിടെ? തിരുവനന്തപുരത്താണ് താമസം? തിരുവനന്തപുരത്താണ് സാർ താമസം. ഇപ്പം ഞാൻ തിരുവനന്തപുരംകാരിയായി. പാലക്കാട് കുറച്ച് പ്രോപ്പർട്ടി ഒക്കെ ഉണ്ട്. അമ്മ മാത്രമുണ്ട് സാർ. അമ്മ ഇവിടെ കുറച്ച് സഹായികളൊക്കെ ഉണ്ട്. അമ്മയ്ക്ക് ഇവിടെ വരുന്ന ഇഷ്ടമല്ല. അമ്മയ്ക്ക് ഇവിടെ വന്ന എല്ലാവരും മലയാളം പറയുന്നത് കൊണ്ട് അമ്മയ്ക്ക് മലയാള വശമില്ല. അതെ, അമ്മ പഴയ ഒരു എന്താ പറയുക, തോട്ടത്തിൽ പോവുക, തെങ്ങും കാര്യങ്ങളൊക്കെ നോക്കുക, അങ്ങനത്തെ ഒരു
സംവിധാനമൊക്കെ ആയിട്ട്. ബേസിക്കലി തമിഴ്നാട്ടിൽ അല്ല, അവിടെ തന്നെ അവർ അതാണല്ലോ തമിഴ്നാട്ടിൽ, വേറെ സ്ഥലത്ത് ഇല്ല നല്ല സർ, കാര്യമില്ല. ഇല്ല. നമ്മളെ ബന്ധുക്കളൊക്കെ കുറച്ച് പേര് കോയമ്പത്തൂരൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ബേസായിട്ട് അവിടെ തന്നെ, നമ്മളെ ബന്ധുക്കളൊക്കെ അവിടെ തന്നെ. ഈ പാലക്കാട്. റഹീമുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കേസിൽ പിന്മാറാൻ പ്ലാനുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല, ഒരിക്കലും ഇല്ല, അവസാനം വരെ പോരാടും. ഒരിക്കലും ഇല്ല. അത് മാത്രമല്ല, നമ്മൾ തെറ്റ് കണ്ടാൽ ഉറപ്പായിട്ടും പ്രതികരിക്കും സർ. അത് അതിൽ യാതൊരു വ്യത്യാസവും ഇല്ല. പിന്നെ എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ള വിമൻ എംപവർമെൻറ്റും ഒക്കെ ആയിട്ട് ഞാൻ മുമ്പോട്ട് പോകുന്നുണ്ട്. എല്ലാവിധ ആശംസകളും. താങ്ക് യു. ടീച്ചറിന്റെ പോരാട്ടം വിജയിക്കട്ടെ. തീർച്ചയായിട്ടും ടീച്ചർ എനിക്ക് സാറിനെ അഭിനന്ദിക്കാനേ ഉള്ളൂ. എല്ലാവരെയും പോലെ സാർക്ക് ഇത്രയും ഒരു പ്രതികൂലമായിട്ടുള്ള ഒരു 10 വർഷത്തിൽ സാർ ഇത്രയും സർവൈവ് ചെയ്തല്ലോ. ഇനിയും അത് എനിക്ക് തോന്നുന്നു, ഒരാളെ നമ്മൾ ഇല്ലാതാക്കണം എന്ന് വിചാരിക്കുമ്പോൾ അവർ വളർന്നുകൊണ്ടിരിക്കുക എന്നുള്ളതിൻ്റെ ബെസ്റ്റ് തെളിവാണ് സാറിന്. ഞാൻ ഇന്ന് വന്ന് സാറിൻ്റെ ഈ ഓഫീസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ പണ്ടൊരിക്കൽ ഞാൻ വന്നതിനെക്കാട്ടിലും 10 ഇരട്ടി വളർന്നിട്ടുണ്ട് എന്ന് പറയുന്നത് സത്യം വളരും എന്നുള്ളതിൻ്റെ ഒരു ഇതാണ്. താങ്ക് യു ടീച്ചർ. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.